Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان മുഖ്താലൻ ഫഖൂറ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പ്രതീക്ഷകളും പ്രാർത്ഥനകളുമൊക്കെയായി നമ്മളൊക്കെ കാത്തിരുന്ന വിശുദ്ധ റമദാൻ വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലൂടെയൊക്കെ വെറുതെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാം സങ്കടപ്പെടുന്ന കുറേ മനസ്സുകൾ. നമ്മളെപ്പോലെ റമദാനിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആളുകൾ ആ ആശുപത്രി വരാന്തകളിലോ ആശുപത്രിയുടെ ബെഡുകളിലോ ഉണ്ട്. അവർക്ക് നോമ്പിനെ സ്വീകരിക്കാനായിട്ടില്ല. നമ്മുടെ പരിസരങ്ങളിലൊക്കെയുള്ള മഖ്ബറകളിലെ മണ്ണുണങ്ങാത്ത ഖബറുകൾക്കടുത്ത് പോയി നിൽക്കുക. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പലരും നമ്മളെപ്പോലെ ഈ റമദാനിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു. പെട്ടെന്ന് മരണപ്പെട്ട ഒരു സഹോദരിയുടെ വീട് സന്ദർശിച്ചപ്പോൾ അവിടെ വീടിൻ്റെ മുറ്റത്ത് പായ വിരിച്ച് അതിൻ്റെ മേലെ തുണി വിരിച്ച് ഉണക്കാനിട്ട പച്ചരിയും മല്ലിയും മുളകുമൊക്കെ കണ്ട് ആളുകളുടെ കണ്ണ് നിറഞ്ഞു. രാവിലെ 11 മണിക്കാണ് ആ സഹോദരി മരിച്ചത്. അതിനു മുമ്പേ നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. 5 മണിക്ക് ആ മയ്യത്ത് കഫൻ ചെയ്തു. ആ കൂട്ടത്തിലൊന്നും ഉൾപ്പെടുത്താതെ ആരോഗ്യവും ആയുസ്സുമൊക്കെ വീണ്ടും വീണ്ടും നീട്ടിത്തന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമദാനിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ആയുസ് അല്ലാഹു തആല നീട്ടിക്കൊടുക്കുകയും ആ കിട്ടിയ ആയുസ്സിൽ പരമാവധി അല്ലാഹുവിന് ആരാധന ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തവനാണ് ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ. നമുക്ക് അല്ലാഹു ആയുസ് കൂട്ടി തന്നിരിക്കുന്നു. ഇനി ആരാധനകൾ കൊണ്ട് ഭാഗ്യത്തെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഒരു മീൻ വാങ്ങാൻ ഒരു മാർക്കറ്റിൽ പോയാൽ 200 രൂപക്ക് 1 കിലോ മത്തി വാങ്ങാൻ തീരുമാനിച്ചാൽ ആ മത്തി പെറുക്കിയിടുന്ന കച്ചവടക്കാരൻ്റെ അടുത്ത് നമ്മൾ നിൽക്കും. നമ്മുടെ തുലാസിലേക്ക് അയാൾ വെക്കുന്ന ഓരോ മീനിനെയും സൂക്ഷ്മമായി നമ്മൾ നോക്കും. ഇത്തിരി പൊട്ടിയതോ ഇത്തിരി പഴകിയതോ ഒക്കെ കണ്ടാൽ നമ്മളത് അപ്പം തന്നെ പുറത്തേക്ക് എടുത്തു വെക്കാൻ പറയും. അതെനിക്ക് വേണ്ട, വേറെ വെച്ചോ പറയും.
200 റുപ്യക്ക് മത്തി വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന മത്തിയിൽ ഒരു പൊട്ടിയതോ പഴകിയതോ പെടാതിരിക്കാൻ നമ്മളൊക്കെ നല്ല ജാഗ്രത കാണിക്കും. സ്വർഗമാണ് നമുക്ക് കിട്ടേണ്ടത്. ആ സ്വർഗം വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്ത ചില അമലുകളുമായിട്ടാണ്. പടച്ച റബ്ബിന്റെ കയ്യിലൊരു തുലാസുണ്ട്. മീസാൻ എന്നാണ് അതിനെ പഠിപ്പിച്ചത്. മീസാൻ എന്നാൽ എല്ലാ തുലാസിനും മീസാൻ എന്ന് പറയും. വലിയ വലിയ ടൺ കണക്കിന് ഭാരമുള്ള വസ്തുക്കൾ തൂക്കുന്ന മീസാനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിസൂക്ഷ്മമായ വസ്തുക്കളെ തൂക്കി കണക്കാക്കുന്ന മീസാനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നന്മയും തിന്മയും തൂക്കി കണക്കാക്കുന്ന ഒരു മീസാൻ അത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. പക്ഷേ അങ്ങനെ ഒരു മീസാൻ ഉണ്ട്. അല്ലാഹു തആല പറയുന്നത് ഫഅമ്മാ മൻ ഖഫ്ഖലത് മവാസീനു വഹുവ ഫീ ഐശത്തിർ റാദിയ. നന്മകൾ തൂക്കുമ്പോൾ ആരുടെ മീസാനാണോ കനം തൂങ്ങുന്നത് അവൻ തൃപ്തികരമായ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഫഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, ആരുടെ നന്മകളുടെ തുലാസ് കനം കുറഞ്ഞോ ഉമ്മുഹു ഹാവിയ, അവൻ ചെന്നെത്തുന്നത് ഹാവിയയിലായിരിക്കും. വമാ അദ്റാക മാഹിയ, ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന തീയാണത്. അപ്പോ ആ തുലാസിന്റെ പ്രത്യേകത അതിൽ നന്മയും തിന്മയുമാണ് തൂക്കുന്നത്. ആ തുലാസിലേക്ക് തൂക്കാൻ നമ്മളൊക്കെ ചെയ്ത കർമ്മങ്ങൾ നമ്മളങ്ങനെ എടുത്തു വെക്കുമ്പോ പടച്ച റബ്ബ് പറയാന്ന് വിചാരിച്ചോ, ആ കർമ്മങ്ങളൊന്നും ഈ തുലാസിലേക്ക് വെക്കണ്ട. അശ്രദ്ധമായും അലസമായും കൃത്യമായ നിബന്ധനകൾ പാലിക്കാതെയും ഒക്കെ നിങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളൊന്നും ഈ തുലാസിലേക്ക് വെക്കണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. ഒരു 2 റക്അത്ത് സുബഹി നിസ്കാരം തക്ബീർ കെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ പടച്ച റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി മാത്രം ഒരു 2 റക്അത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം ഈ തുലാസിലേക്ക് വെച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർക്കൂലേ? എത്ര തരേണ്ടി വരും അങ്ങനെ ഒരു ഇഖ്ലാസോട് കൂടിയുള്ള ഒരു അമല് ആ തുലാസിലേക്ക് വെക്കാൻ? നമ്മുടെ കർമ്മങ്ങളുടെ ഭാണ്ഡങ്ങളിൽ നമ്മൾ എത്ര തരേണ്ടി വരില്ലേ? അല്ലാത്ത കർമ്മങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന് പടച്ച റബ്ബ് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി അനുചരൻ വളരെ മനോഹരമായി പുതപ്പ് നെയ്യുന്ന ഒരു നെയ്ത്തുകാരനാണ്. വലിയ കൈപുണ്യമുള്ളവനാണ്, കഴിവുള്ളവനാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പുതപ്പ് അയാൾ നെയ്യാൻ തീരുമാനിച്ചു. ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ അയാൾ ആ പുതപ്പ് നെയ്തെടുത്ത് മനോഹരമായിരിക്കുന്നു പുതപ്പ്. ആ പുതപ്പിന് അയാൾ വലിയ ഒരു വിലയും നിശ്ചയിച്ച് അത് വിൽക്കാൻ വേണ്ടി ഒരു കടക്കാരൻ്റെ മുമ്പിലെത്തി. മദീനയിലെ മാർക്കറ്റിൽ കടക്കാരൻ ആ പുതപ്പ് ഇങ്ങനെ നോക്കിയാൽ എല്ലാ കാലത്തും കച്ചവടക്കാർ അങ്ങനെയാണല്ലോ. നമ്മളൊരു സാധനം വിൽക്കാൻ കൊണ്ടു ചെന്നാൽ ആദ്യം അതിൻ്റെ കുറവുകൾ ഇങ്ങനെ കണ്ടുപിടിക്കും, അതിൻ്റെ വിലയൊന്ന് കുറക്കാൻ. ഈ കച്ചവടക്കാരനും ആ പുതപ്പിലെ ചില ന്യൂനതകളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച അത്ര വലിയ വിലയൊന്നും കിട്ടൂല, ഈ പുതപ്പിന് ചെറിയ തകരാറുകളൊക്കെ ഉണ്ട്. പുതപ്പ് നെയ്തെടുത്ത സഹാബി ഒരിത്തിരി നേരം അയാൾ അങ്ങനെ അന്തിച്ചു നിന്ന്. പിന്നെ അയാളൊരു കരച്ചില, ശബ്ദം വെച്ചുകൊണ്ട് കരച്ച്. ആളുകളൊക്കെ കൂടി. കച്ചവടക്കാരൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ പറഞ്ഞ വില ഞാൻ തരാം, ഇത് നല്ല പുതപ്പാണ്, നിങ്ങൾ കരയണ്ട, ബേജാറാവണ്ട. അയാൾ പറഞ്ഞു, പുതപ്പിന്റെ തകരാറുകൾ കണ്ടെത്തിയത് കൊണ്ടല്ല ഞാൻ കരഞ്ഞ്. ആ തകരാറുകൾ ഞാൻ എൻ്റെ പുതപ്പ് തിരിച്ചു കൊണ്ടുപോയാൽ നിമിഷ നേരം കൊണ്ട് എനിക്ക് തിരുത്താൻ പറ്റും, ചെറിയ തകരാറുകളാണ്. പക്ഷെ ഞാൻ കരഞ്ഞത് വളരെ സൂക്ഷ്മതയോടുകൂടി ഞാൻ ചെയ്ത ഒരു പുതപ്പ്, അതിൻ്റെ ന്യൂനതകൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. എന്നാൽ ഇത്രയൊന്നും സൂക്ഷ്മതയില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത അമലുകളുമായി നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ എൻ്റെ അമലുകൾ ഉയർത്തിപ്പിടിച്ചിട്ട് നിന്റെ ഓരോ അമലുകൾക്കും ഇന്ന ഇന്ന കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, ഇന്ന ഇന്ന തകരാറുകളുണ്ട് എന്നെൻ്റെ റബ്ബ് പറഞ്ഞ് ആ അമലുകളെ എൻ്റെ റബ്ബ് ഒഴിവാക്കിയാൽ രണ്ടാമതൊരിക്കൽ കൂടി തിരിച്ചു വന്ന് അമലുകളെ തിരുത്താനോ നന്നാക്കാനോ എനിക്ക് അവസരമില്ലാതിരിക്കെ എന്റെ കൺമുമ്പിലെ സ്വർഗം മാഞ്ഞു മാഞ്ഞു പോവുകയും നരകത്തിലേക്ക് ഞാൻ അടുക്കുകയും ചെയ്യുന്ന ആ ദിവസത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നത്. അല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ റമദാൻ 1 മുതൽ ഈ നേരത്തെ പറഞ്ഞ നജാത്തുൽ അനാം എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട്
എല്ലാ ദിവസവും 2-3 ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ട്. മിക്കവാറും ക്ലാസ്സുകളൊക്കെ പള്ളിയിലാണ്. ഞാൻ പോയ ഇപ്പൊ ഈ റമദാനിൽ ക്ലാസ് എടുക്കാൻ ഞാൻ പോയ എൻ്റെ 1ാമത്തെ ദിവസത്തെ ക്ലാസ് മുതൽ ഉത്തരത്താണി പള്ളിയിലായിരുന്നു ആദ്യത്തെ ക്ലാസ്. ആ ക്ലാസ് മുതൽ ഇന്നത്തെ ഈ ക്ലാസ് വരെ ഞാൻ പോയ എല്ലാ പള്ളികളും എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. നല്ല പതുപതുത്ത മുസല്ലയിൽ സുജൂദ് ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. പലരുമൊക്കെ തമാശക്ക് പറയുന്നുണ്ട്, തണുപ്പും നമ്മുടെ മുസല്ലയുടെ ആ പതുപതുപ്പും ഒക്കെ ആകുമ്പോൾ നിസ്കാരത്തിൽ ഉറങ്ങിപ്പോകുമോ എന്ന് പേടിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന സ്വഹാബത്തെ ശക്തമായ ചൂടുകൊണ്ട് മണലിന് തീ പിടിച്ചിട്ടുണ്ട്, മേൽക്കൂരയില്ല. ആ മണലില് സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി പൊള്ളിയിട്ടേ അവരുടെ വസ്ത്രത്തിന്റെ ഒരു തലങ്ങനെ മണ്ണിൽ വെച്ചിട്ട് ആ വസ്ത്രത്തിൽ സുജൂദ് ചെയ്തുകൊണ്ടാണ് അവർ നിസ്കാരം പൂർത്തിയാക്കിയത് എന്ന് പറയുമ്പോൾ പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വലിപ്പത്തെ കുറിച്ച് നമ്മളൊന്ന് ബോധ്യപ്പെടണം കേട്ടോ. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാം, ഏത് അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹത്തെ കുറിച്ച്, അതെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനെ കുറിച്ച് റബ്ബ് നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോ ഈ റമദാനിൽ വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും നമുക്കിനി കിട്ടാണ്ടോ ഈ റമദാനെ മനോഹരമാക്കാൻ? എല്ലാം തന്നില്ലേ പടച്ചോൻ. എന്തൊരു ചൂടായിരുന്നു റമദാന്റെ മുമ്പൊക്കെ അല്ലേ. എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെ പടച്ചോനെ ഈ റമദാനിലൊക്കെ യാത്ര ചെയ്ത് ക്ലാസ് എടുക്കാൻ പോവാ. പക്ഷെ റമദാൻ വന്നപ്പോൾ ഒക്കെ നമുക്ക് ഒരു നിയന്ത്രണ വിധേയമായതുപോലെ അല്ലേ, ഒരു സുഖം. ആ കനത്ത ചൂടില് നമ്മൾ തളർന്നു പോയിട്ടില്ല, നമ്മൾ വാടിപ്പോയിട്ടില്ല, നമ്മൾ പേടിച്ചിരുന്നു എങ്ങനെയാ നോമ്പ് നോൽക്കാന്നൊക്കെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് അനുകൂലമാക്കി തന്നു. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് രാവിലെ ബാപ്പ ഉമ്മാനോട് ചോദിക്കാറുണ്ട്, നോമ്പ് തുറക്കാൻ എന്താ ഉള്ളത്? ഉമ്മാന്റെ മുഖത്ത് നോക്കുമ്പോൾ കണ്ണീരിന്റെ നനവ് കാണാറുണ്ട്. ഇന്ന് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ബേജാറുണ്ടോ? ഇന്നത്തെ ബേജാറ് വൈകുന്നേരം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കി വരുന്നത് പിറ്റേന്ന് രാവിലെ എവിടെയാണ് തട്ടിക്കളയേണ്ടത് എന്നതിനെ കുറിച്ചാ നമ്മുടെ അടുക്കളയിലെ ചർച്ച അല്ലേ. എല്ലാം പടച്ചു തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് ഒരു കുറവുമില്ലാതെ എല്ലാം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര, പടച്ച റബ്ബിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന അമലുകളുണ്ടല്ലോ, അതൊന്ന് പൂർണ്ണമായ അമലുകളാക്കാൻ ശ്രദ്ധിക്കുക. വക്ക് പൊട്ടാത്ത, മൂലകൾ പൊട്ടിപ്പോകാത്ത, പൂർണ്ണമായ കൃത്യമായ അമലുകളായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തിരി സൂക്ഷ്മതയോടെ, ഇത്തിരി കൃത്യതയോടെ, അലസതയില്ലാതെ ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന ബോധ്യത്തോടു കൂടി അല്ലേ. ഒരു ചെറിയ മുള്ള് നമ്മുടെ ശരീരത്തിലൊക്കെ തറച്ചു പോയാൽ അതിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു സൂക്ഷ്മതയില്ലേ, അതാണ് കേട്ടോ നമുക്കുള്ളത്. ഈ അമലുകളാ അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടേ, ദുന്യാവിൽ നിങ്ങൾ ചെയ്യുന്ന, ദുന്യാവിന് വേണ്ടി ചെയ്യുന്ന സകല വസ്തുക്കളും വെറും അലങ്കാരങ്ങളാണ്. വൽബാഖിയാത്തു സ്വാലിഹാത്ത്, ഈ ബാക്കിയാകുന്ന അമലുണ്ടല്ലോ, ഇതാണ് നമുക്കുള്ളത്. ബാക്കിയൊക്കെ വെറും അലങ്കാര. അപ്പൊ നമ്മൾ ഈ കടയിൽ നിന്ന് നമ്മുടെ കുട്ടിയൊക്കെ ഒരു പാക്കറ്റ് മിഠായി വാങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള പെട്ടി, നല്ല രസത്തിൽ കാണാം, തെളുങ്ങുന്ന പെട്ടി. ആ പെട്ടി കുട്ടികളുടെ കൈ കൊടുത്തിട്ട് നമ്മൾ പറയോ, ഈ പെട്ടി നല്ല ചുരുക്കളാണ്, കളയണ്ട, മിഠായിൻ്റെ കൂടെ അത് തിന്നോളൂ നമ്മൾ പറയോ? ഇല്ലല്ലോ. നമ്മൾ മിഠായി എടുത്ത പെട്ടി പുറത്താ, എത്ര ഭംഗി ഉണ്ടായിക്കോട്ടെ, പെട്ടി പുറത്താ. പിന്നെ ആ മിഠായിൻ്റെ പുറത്ത് നല്ല വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ പറയോ മക്കളോട്, നല്ല ഭംഗിയുള്ള കടലാസ മക്കളെ, കളയേണ്ട അറിയോ, തിന്നോളൂ പറയോ? ഇല്ലല്ലോ. അത് പൊളിച്ചു കളഞ്ഞിട്ട് ആ മിഠായി മാത്രം കയ്യിലെടുക്കും. ആ മിഠായിമ പറ്റിപ്പിടിച്ച വെളുത്ത കടലാസിന്റെ ഒരു ചെറിയ കഷ്ടമുണ്ടെങ്കിൽ അതുവരെ ഒഴിവാക്കിയിട്ടാ നമ്മൾ കുട്ടിയെ കൊടുക്കുക. മിഠായി അലങ്കാരത്തിന് വേണ്ടി വെക്കുമ്പോൾ ആ കടലാസൊക്കെ വേണ്ടേ, അതതിൻ്റെ ഉപയോഗത്തിലേക്ക് വന്നാലേ പിന്നെ ഒരു അലങ്കാരം വേണ്ട, മിഠായി മാത്രം അല്ലേ. ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ ഒരു രോഗിയുടെ കൂടെ എത്തിപ്പെട്ടപ്പോൾ പെട്ടെന്ന് സ്ട്രക്ചറിൽ ഒരു ശരീരം അവിടെ കൊണ്ടുവന്ന്, വില കൂടിയ ശരീരം, നല്ല വാച്ചും ആഭരണങ്ങളും നല്ല ഡ്രസ്സൊക്കെ ഇട്ട ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. അയാളുടെ ഡ്രസ്സൊക്കെ വില കൂടിയ ഡ്രസ്സുകളാണ്. പക്ഷേ കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടി, കാലിൻ്റെ പാൻറ് താഴെ മുതൽ മേലെ വരെ, കുപ്പായത്തിൻ്റെ കൈയും മാറും ഒക്കെ വെട്ടിയിട്ട് അയാളുടെ ബോഡി മാത്രം പുറത്തേക്കും കടത്തി. നിലത്തിങ്ങനെ നിവർത്തിപ്പോയപ്പോൾ കാലിൽ പറ്റിപ്പിടിച്ച പാൻറ്റിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, ആ കഷ്ണം വരെ ശീല കൊണ്ട് തോത്തി പുറത്തേക്ക് കളഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ആയത്ത. ഒക്കെ അലങ്കാരങ്ങളാണ്, പുറത്തുള്ളതൊക്കെ അലങ്കാരങ്ങളാണ്,
ആ അലങ്കാരങ്ങളിൽ നിന്ന് നമ്മളെ മാത്രം ഒരു നൂല് പോലും ഇല്ലാതെ പുറത്തേക്ക് വെക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ കൂടെ ഇതൊന്നുമില്ല. വീടില്ല, കാറില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, കൂട്ടുകാരില്ല, മക്കളില്ല. നമ്മൾ ഒറ്റക്ക് ഭൂമിയിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു വീണപ്പോൾ ഒറ്റക്കും ചാടിയതല്ലേ. അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അള്ള പറയാ, അന്ന് നിൻ്റെ കൂട്ടിനുള്ളത് നീ ചെയ്ത അമലുകൾ മാത്രമേ കാരട്ടോ. ആ ഒരു ബോധ്യം വേണം. ഒരുപാടുള്ള ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ കുറവ് വന്നാലും തിരുത്താനും മാറ്റാനുമൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വാഹനം റോട്ടിൽ നിന്നാലും തള്ളി സ്റ്റാർട്ടാക്കി തരാൻ ആളുണ്ട്. പക്ഷെ നാളെ ഖബറിന്റെ ഉള്ളിൽ മൻ റബ്ബുക്ക എന്ന ഒരു ചോദ്യം നമ്മുടെ ചെവിയിൽ വരുമ്പോൾ ഒരു ക്ലൂ തരാൻ പോലും ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല, ഒന്നുമില്ല. ഈ ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ സംസാരത്തിൻ്റെ ആമുഖം എന്നോണം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അമല്, പ്രത്യേകിച്ച് ഈ റമദാനിലെ അമല്. ഈ റമദാനൊക്കെ പറഞ്ഞാൽ ഒരു പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൻ്റെ ഒരു മുഖകവാടം എന്നോണം നമ്മുടെ ജീവിതത്തിൽ വന്നു നിൽക്കുന്ന റമദാനാണ്. അപ്പോൾ ഈ റമദാനിലൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകൾ കൃത്യമായിരിക്കട്ടെ, ശ്രദ്ധയോടുകൂടിയായിരിക്കട്ടെ, വളരെ കണിശമായ രൂപത്തിലാവട്ടെ. ഇബ്ലീസ് ഇങ്ങനെ പറയും മനസ്സെന്നേ, അത്രയൊക്കെ മതി, പടച്ചോനല്ലേ, പടച്ചോൻ അറിയില്ലേ, പടച്ചോൻ നമ്മളെ കാണുന്നില്ലേ, അത്രയൊക്കെ മതി. മറ്റുള്ളവരിപ്പോൾ നമ്മളത്രയും ചെയ്യണില്ലല്ലോ. നമ്മളൊക്കെ നരകത്ത് പോയാൽ പിന്നെ ആരാപ്പോൾ സ്വർഗത്ത് പോകാൻ ഉണ്ടാവുക? ഒരു മന്ത്രം നമ്മുടെ കാതിൽ. അതുകൊണ്ട് നമ്മൾ അത്രയൊക്കെ മതി അല്ലേ. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്കാണ് കിടക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, റസൂലേ, അടുത്ത പ്രാവശ്യം യുദ്ധമുണ്ടാകുമ്പോൾ എന്നെയും ഒരു യോദ്ധാവായിട്ട് വിളിക്കണം കേട്ടോ. ശരി. അടുത്ത യുദ്ധത്തിന്റെ സമയത്ത് പ്രവാചകൻ അയാളെ വിളിപ്പിച്ചു. അയാൾ സർവായുധ സജ്ജനായിട്ട് വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, യുദ്ധമുന്നണിയിൽ ഏറ്റവും മുന്നിൽ എന്നെ നിർത്തണം കേട്ടോ. ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ്. ആദ്യത്തെ വെട്ടും ആദ്യത്തെ അമ്പും ആദ്യത്തെ കരച്ചിലും ആദ്യത്തെ മരണവും അവിടെയാണ് സംഭവിക്കുക. എന്നിട്ടും ആ ചെറുപ്പക്കാരൻ ആ സ്ഥലമാണ് ചോദിച്ചു വാങ്ങിയത്. പ്രവാചകൻ ചോദിച്ചു, എന്തേ? അയാൾ പറഞ്ഞു, ഞാനൊരു സാധാരണ യോദ്ധാവല്ല. യുദ്ധമെന്ന് കേട്ടപ്പോഴേക്ക് വെട്ടുകത്തിയും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരാളല്ല. ഞാൻ യുദ്ധം പഠിച്ചവനാണ്. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ യോദ്ധാവാണ്. ആയുധത്തിൻ്റെ ഉപയോഗം, ശത്രുവിൻ്റെ പ്രതിരോധം, അവൻ്റെ മുന്നേറ്റത്തെ തടയാനുള്ള മാർഗം, അവൻ്റെ ഇടയിലേക്ക് കുതിച്ചെത്താനുള്ള വഴി, വീര്യമുള്ള ഒരു പോരാളിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പോരാട്ട വീര്യം ആളുകളൊന്ന് കാണണം. എൻ്റെ കരുത്തും എൻ്റെ ശക്തിയും എൻ്റെ പോരാട്ട വീര്യവും എൻ്റെ തന്ത്രങ്ങളും ആളുകൾ കാണണം, അവർ അത്ഭുതപ്പെടണം. അതിൻ്റെ ഇടക്ക് രക്തസാക്ഷിയായാൽ സന്തോഷത്തോടെ എനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകണം. അതുകൊണ്ട് എന്നെ മുന്നിൽ നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. ആ സ്വഹാബിയുടെ ചോദ്യത്തിൻ്റെ മറുപടി വിശുദ്ധ ഖുർആനിൽ ഒരായത്തായിട്ട് അള്ളാഹു അവതരിപ്പിച്ച്. എന്തിനറിയോ? ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാരെ മറക്കാതിരിക്കാൻ വേണ്ടി. ആ ആയത്ത് നമ്മൾ കാണുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതേണ്ട സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഇരുന്ന് വായിക്കണം ആയത്ത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. അപ്പോൾ ആരാണോ തൻ്റെ റബ്ബുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ലിഖാഅ് കണ്ടുമുട്ടൽ, തൻ്റെ റബ്ബുമായി കണ്ടുമുട്ടണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത്, റബ്ബുമായിട്ട് കണ്ടുമുട്ടുക എന്ന അർത്ഥം എന്താ? സ്വർഗത്തിലെത്തുക. സ്വർഗത്തിലെത്തിയവർക്ക് മാത്രമേ, സ്വർഗവാസികൾക്ക് മാത്രമേ പടച്ച റബ്ബിനെ കാണാനാവൂ. ആ പടച്ച റബ്ബിനെ കാണുക എന്നത് സ്വർഗത്തിലെ ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്ന. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സ്വാലിഹായ അമലുകൾ ചെയ്യട്ടെ. അതൊരു കൽപ്പന, വേറെ കുറുക്കു വഴിയൊന്നുമില്ല. വേറൊരാളെ കൈപിടിച്ചോ, വേറൊരാളെ പിന്നാലെയോ, വേറൊരാളെ സ്വാധീനത്തിലോ, വേറെ ഒരാളെ കൂട്ടത്തിലോ, വേറെ ഒരാളെ പേരിലോ, വേറെ ഒരാളെ പോരിശയിലോ ഒന്നും സ്വർഗത്തിലേക്ക് കടക്കൂല. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവൻ അല്ലെങ്കിൽ അവൾ
സ്വാലിഹായ അമലുകൾ ചെയ്തിരിക്കണം. വേറെ എൻ്റെ ബാപ്പ ചെയ്തത് കൊണ്ട് എനിക്ക് വെച്ചല്ല, ഞാൻ പോവില്ല. എൻ്റെ ഉമ്മ ചെയ്തത് കൊണ്ട് ഞാൻ കഴിച്ചിലാവൂല. എൻ്റെ ഭാര്യ മക്കളോ ചെയ്തത് എനിക്ക് ഉപകാരപ്പെടൂല. ഞാൻ കടക്കണോ, ഞാൻ ചെയ്തിരിക്കണം. ഫല്യഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ സൽക്കർമ്മം ചെയ്യാൻ വന്നോണ്ടല്ലേ, അയാൾ സൽക്കർമ്മം ചെയ്യാൻ വന്നതാ. അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ പൊരുതി, ശത്രുവിനോട് പൊരുതി, ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ രക്തസാക്ഷിയാവുക, ആ ഉദ്ദേശത്തോടെ വന്നതാ. പക്ഷേ അതിൻ്റെ കൂടെ അള്ളാഹു ഒരു വാക്ക് കൂടി ചേർത്ത് പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആരാധനകളിൽ യാതൊന്നിനെയും യാതൊരുത്തനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. വലാ യുശ്രിക്, നിങ്ങൾ പങ്കു ചേർക്കരുത്. അള്ളാഹുവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഇവിടെ ചെറുപ്പക്കാരൻ എന്താ ഇപ്പം പങ്കു ചേർത്ത്? അയാൾ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു, അള്ളാഹുവിൻ്റെ രക്തസാക്ഷിത്വം, അള്ളാഹുവിൽ നിന്ന് തനിക്ക് സ്വർഗം ലഭിക്കേണ്ട രക്തസാക്ഷിത്വം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്താ അയാളുടെ ഷിർക്ക്? അയാളുടെ ഷിർക്ക് ഈ അള്ളാഹുവിൻ്റെ കൂലി കിട്ടണം എന്ന ആഗ്രഹത്തോടൊപ്പം വേറെ ഒരു ആഗ്രഹം കൂടി അയാൾ ചേർത്ത് വെച്ചു. ഏതാനായി ആഗ്രഹം? തൻ്റെ പോരാട്ട വീര്യം ആളുകൾ കാണണം, പ്രശംസിക്കണം, അന്തം വിടണം. അള്ളാഹ് പറഞ്ഞു, ആ അമലുകൾ എനിക്ക് വേണ്ട. അല്ലേ? എത്ര കൃത്യമല്ലേ, എത്ര വലിയ കാര്യം! ഒരുപക്ഷെ ഭൂമിയിലെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ, ഏറ്റവും മഹത്തായ കർമ്മമല്ലേ അള്ളാഹിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയാവുകയെന്നല്ലേ? പക്ഷേ ആ കർമ്മത്തിന്റെ കൂടെ പോലും ഒരു ചെറിയ ആഗ്രഹം, നാലാള് കാണട്ടെ എന്ന ഒരു ആഗ്രഹത്തിന്റെ സ്റ്റിക്കർ അതിന്റെ മേലെ ഒട്ടിച്ചപ്പോ അത് വേണ്ടെന്നാ പറഞ്ഞേ. നമ്മളുടെ ഇബ്ലീസ് പറഞ്ഞേക്കാണെ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, പടച്ചോനല്ലേ, പടച്ചോൻ സ്വീകരിച്ചോളും, അങ്ങനെയൊക്കെ മതി അല്ലേ? പലപ്പോഴും അമലുകളുടെ നിയമങ്ങൾ പോലും അറിയില്ല, സമയമില്ല, മടിയാണ്, അലസതയാണ്, തിരക്കാണ്. ഇതൊക്കെ നമ്മുടെ അമലുകൾ അപൂർണമാവാനുള്ള കാരണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനൊരു ഈ റമദാനിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം പോലെ എല്ലായിടത്തും പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു ദുരന്തം അത്. നമ്മുടെ അമലുകളൊന്ന് നന്നാക്കുക, കൃത്യമാക്കുക, അതിരുകളൊക്കെ നേരെയാക്കി, വക്ക് പൊട്ടാത്ത, തുമ്പ് പൊട്ടാത്ത മനോഹരമായ അമലുകളാവുക. ഈ അമലുകളാണ്, ഇത് മാത്രമാണ് നാളെ നമുക്കുള്ളത്. ബാക്കിയൊക്കെ വീടും പറമ്പും ബാങ്ക് ബാലൻസും ഇടപാടും കച്ചവടം മുഴുവനും ഇവിടെ ഇടും. മുട്ടായി കടലാസ് ഇങ്ങനെ തോലൊഴിച്ചിട്ട് കടലാസ് ഇട്ടുങ്ങാണ്ട് മുട്ടായി എടുക്കുന്ന പോലെ ഇതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മളെ മാത്രം, നമ്മളൊക്കെ പൊതിയുന്ന കഫം തുണി ഉണ്ടല്ലോ, ഞങ്ങൾ ഈ കടയിൽ പോയി ചോദിച്ചു നോക്കി, ഏറ്റവും വില കുറഞ്ഞ തുണി ആ കഫം പുടവയ്ക്കാണ്. ഇത്ര വലിപ്പമുള്ള അത്തറിൻ്റെ കുപ്പിക്ക് 4000-5000 കൊടുത്ത് വാങ്ങണം നമ്മൾ. അന്ന് മയ്യത്തിൻ്റെ മേലെ പാരാൻ 15 ഉറുപ്പ്യക്ക് റോസ് വാട്ടറിൻ്റെ കുപ്പി 250 മില്ലി അടപ്പ് തുറന്നു കണ്ട് ഇങ്ങനെ പാരല. പച്ചവെള്ളത്തിൻ്റെ വിലയും കൂടി ഇല്ല അല്ലേ? അപ്പം അതാണ് യാഥാർത്ഥ്യം. അതാണ് അവിടെ നമ്മൾ പകച്ചു നിൽക്കരുത്. പടച്ചോനെ, എവിടെ ഞാൻ ഇതൊക്കെ പടം കണ്ടുകാണ്ട് ഞാൻ എൻ്റെ ദൗത്യം മറക്കരുത്. അവിടെ നമ്മുടെ കൂടെ ഉണ്ടാവാൻ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. പ്രതീക്ഷിക്കാനും കൂലി കിട്ടാനും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് മാത്രം കേട്ടോ. അതുകൊണ്ട് അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ഒരു കടയിൽ ഇവിടെ ഒരു ഹോൾസെയിൽ ആപ്പിൾ കച്ചവടക്കാരുണ്ട് വിചാരിച്ചോ, നമ്മളൊക്കെ അയാളെ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുക. ഒരുപാട് ആപ്പിൾ, പല കോലത്തിൽ ആപ്പിൾ കൂട്ടിയിട്ടേക്കുക, കൂട്ടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. വൈകുന്നേരം പോകാൻ നേരത്തെ മൂപ്പര് നമ്മളോട് പറഞ്ഞേ, ഈ വരിക്കുമല്ലേ ഒരു ലോൺ കുട്ടിയെ കൊണ്ടേക്ക് പറഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് വാരുമോ? ഇല്ലല്ലേ. അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഇല്ല, ഏറ്റവും നല്ല ആപ്പിൾ ഏതാ നോക്കിയിട്ട് ഇങ്ങനെ പെറുക്കിയിട്ട് 1 കിലോ എടുത്തൊരു പോക്കിട്ട് പെരയ്ക്ക് ഇല്ലേ? എന്തായാലും അത് ഞമ്മക്കുള്ളതാണ്, അത് ഞമ്മക്കുള്ളതാണ്. ഈ ചെയ്യുന്നത് ഇത് നമുക്കുള്ളതാണ്, നമുക്ക് മാത്രം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ശ്രദ്ധ നമ്മുടെ അമലുകളിൽ ഉണ്ടാവട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സംസാരിക്കാൻ വേണ്ടി എനിക്ക് തന്നിരിക്കുന്ന വിഷയം 2 വിഷയങ്ങളാണ്. രണ്ടും നല്ല അത്യാവശ്യം പറയാനുള്ള വിഷയങ്ങളാണ്. സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ, ഒരു 3/4 മണിക്കൂർ സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഈ വിഷയത്തെക്കുറിച്ച് 2 വിഷയങ്ങൾ, ഒന്ന് കുടുംബ ബന്ധം, മറ്റൊന്ന് അയൽപക്ക ബന്ധം. ഈ 2 ബന്ധങ്ങളെക്കുറിച്ച് ലോകത്ത് അല്ലാഹു തആല ഖുർആനിൽ പറയും, ലൈസൽ ബിർ, പുണ്യം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല. പുണ്യം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്, കർമ്മങ്ങളാണ്, ബന്ധങ്ങളാണ്, ചേർത്തു പിടിക്കലാണ്. ഇതൊക്കെ ചേർത്ത് നിർത്തുമ്പോഴാണ് പുണ്യം എന്ന് പറയുന്നത്. ഇന്നലെ ഒരു സുഹൃത്ത് എനിക്ക്
ഒരു വോയിസ് മെസ്സേജ് അയച്ചത്. അത് ഉസ്താദ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ അനുഭവങ്ങൾ പറയാൻ ഒക്കെ ഇവിടുന്ന് കിട്ടുന്നത് കുറച്ചൊക്കെ നിങ്ങൾ ഉണ്ടാക്കണമല്ലോ എന്ന് ചോദിച്ചു ആൾക്കാർ. നമ്മൾ പറയാൻ വിചാരിച്ചാൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തരും. എൻ്റെ നാട്ടിലൊരാളുണ്ട്, അയാൾ ഗൾഫിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കുറേ സ്വത്ത്. അപ്പോൾ അയാൾ പറയണേ നമ്മുടെ അടുത്ത് കാശുണ്ടെങ്കിൽ ഐഡിയ നാട്ടുകാർ പറഞ്ഞു തരും. ഓക്കെ, അവിടെ ഒരു പറമ്പുണ്ട്, ഇവിടെ ഉണ്ട്, പോയി വാങ്ങിക്കോ. നമ്മൾ പൈസയും കൊണ്ട് ഇങ്ങനെ പോയാൽ മതി. ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിലേ പറയാനുള്ള നിങ്ങളിങ്ങനെ പറഞ്ഞു തരും. ഫോണിലൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ തല മനോഹരമായ ഇത് പറഞ്ഞു. ഇതൊരാൾ പറഞ്ഞത് അയാൾക്ക് അയച്ചെന്നൊരു ഒരു അനുഭവം. ഷാർജയിൽ പിന്നെ നമ്മുടെ കോർണിഷൻ്റെ അടുത്ത് കടൽ തീരത്തായിട്ടൊരു പള്ളിയുണ്ട്, ഒരു മനോഹരമായ പള്ളി, ഇത്തിരി ഉയരത്തിൽ. അതിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ പോയിരുന്നൊരു ഓർമ്മ എനിക്കുണ്ട്. എപ്പോഴും ഒരു പ്രാവശ്യം യാത്ര ചെയ്തപ്പോൾ അവിടെ അങ്ങനെ ആ കടൽക്കാറ്റേറ്റ് ആ ഇരുത്തം നല്ല രസമുള്ള ഇരുത്തമാണ്. അവിടെ ഉണ്ടായ സംഭവം കേട്ടോ. ഇതിലെ കഥാപാത്രം ഒരു മലയാളിയാണ്. അയാൾ ഒരു സാധു മനുഷ്യൻ, ചെറിയ ഷോപ്പൊക്കെ നടത്തുന്ന ഒരു സാധു മനുഷ്യനാണ്. അയാൾ നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന്, ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അയാളുടെ പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വന്ന് നോമ്പ് തുറന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ സാധനമുണ്ട്. പള്ളിയിൽ നിസ്കരിക്കാൻ കയറി, നിസ്കരിച്ച് ഇറങ്ങുമ്പോണ്ട് ഒരു ജനക്കൂട്ടം, ബംഗാളികളുടെ ഒരു പാട്ട. അവൻ നോക്കിയപ്പോൾ എൻ്റെ നടുവിലൊരു മനുഷ്യൻ, അയാളുടെ കയ്യിൽ അവിടുത്തെ കുമാമക്ക് ഉപയോഗിക്കുന്ന കറുത്ത കീസുണ്ടല്ലോ, ഒരു കീസുണ്ട്. ആ കീസിന് ഇയാളെയും പാടെ ഒന്നായിട്ട് പിടിച്ചേക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആ നോമ്പ് തുറന്നതിൻ്റെ ബാക്കിയുള്ള കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇയാൾ എന്ത് ചെയ്തിരിക്കണ് ഈ ബാഗിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളിയായ നമ്മുടെ കഥാപാത്രം ഇയാൾ നിർത്തി നോക്കി എന്താണ്. അപ്പോൾ ആ ആളെ ഇയാൾക്ക് നല്ല പരിചയമുണ്ട്, ഇന്ത്യക്കാരനാണ്, രാജസ്ഥാനിയാണ്, ഇബ്രാഹിം എന്നാണ് പേര്. അവിടുത്തെ ഒരു വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലിയുള്ള ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലെ ഒരു സാധു ജോലിക്കാരനാണ്, പാവാണ്, 19 വയസ്സായിട്ടുണ്ട്, നല്ല ഈമാനും നിസ്കരിക്കാനൊക്കെ വരുന്ന ആളാണൊക്കെ ഇയാൾക്കറിയാം. അതുകൊണ്ട് ഇയാൾ ചോദിച്ചു എന്താണ്. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഞാൻ ഈ ബാക്കിയുള്ള സാധനമൊക്കെ ബാഗിലിട്ട്. അപ്പോൾ ഇവരൊക്കെ പാടെ കൂടി എന്നെ പിടിച്ച്. അപ്പോൾ ബംഗാളികൾ പറയുന്നത് ഇവ മുസ്ലിം അല്ല, ഇപ്പം നിസ്കരിക്കാറില്ല, ഇപ്പം നോമ്പുറക്കാൻ വരുന്ന സാധനങ്ങൾ മോഷ്ടിക്കാനാണ്, ഇതും കൊണ്ട് പോവാണ്. ആകബ്ബരെന്തായാലും വരെ വിടൂല, അതിന് മാത്രം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മലയാളിയായ ആളുകളെ നോക്കി എങ്ങനെയൊക്കെ ഈ സാധുവിനൊന്ന് രക്ഷപ്പെടുത്തുക. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾക്ക് പരിചയമുള്ള, അയാളെ കടയിൽ വരാറുള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇയാൾ ഓടി ആ പോലീസുകാർക്ക് എന്ന് പറഞ്ഞു, സാറേ ആ ആൾ ഇബ്രാഹിം എൻ്റെ നാട്ടുകാരനാണ്, ഇന്ത്യക്കാരനാണ്, പാവാണ്, ഇവരൊക്കെ കൂടി മൂപ്പരെ പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അയാൾ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ജനക്കൂട്ടത്തെ മാറ്റി ഇബ്രാഹിമിൻ്റെ അടുത്തെത്തി. ഇബ്രാഹിമിനോട് ചോദിച്ചു എന്താ ചെയ്യണേ. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു സാറേ ഞാൻ എന്തൊക്കെ ബാലൻസ് ഉള്ളൂ ഒക്കെ പാടെ. അപ്പോൾ നോക്കിയപ്പോൾ പകുതി കടിച്ചതും പകുതി കടിക്കാത്തതും പാക്കറ്റ് പൊട്ടിക്കാത്തതൊക്കെ ആയ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചത് എന്തിനാണ്. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഞാൻ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ ബംഗാളിയോട് പറഞ്ഞു ഇപ്പം നിസ്കരിക്കല്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു നിസ്കരിക്കല്ല. അവൻ പറഞ്ഞു ഞാൻ നിസ്കരിക്കലുണ്ട്, പക്ഷേ ഇപ്പം നിസ്കരിച്ചിട്ടില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും, റൂമിൽ പോയിട്ട് നിസ്കരിക്കും, കാരണം നിസ്കരിച്ച് വരുമ്പോഴേക്ക് ഇത് ഉണ്ടാവില്ല. അപ്പോൾ അയാൾ ചോദിച്ചു നിനക്ക് ഇവിടുന്ന് തിന്നാൽ പോരെ, ഇതൊക്കെ പാടെ കൊണ്ടുപോയിട്ട് നീ എന്താ ചെയ്യുക. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ റൂമിൽ കുറേ ആൾക്കാരുണ്ട്, പലപ്പോഴും ഭക്ഷണമല്ല. സത്യത്തിൽ ഈ നോമ്പ് കാലത്താണ് അവർക്ക് ഭക്ഷണം കിട്ടാറ്, അല്ലാത്തൊന്നും ഇത്രയില്ല, കാരണം ചെറിയ ശമ്പളം, അതുകൊണ്ട് ഇത് അവർക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഈ പോലീസുകാർ ചോദിച്ചത്രേ എന്നാൽ നിനക്ക് അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചൂടെ. അപ്പോൾ അയാൾ പറഞ്ഞു അവരൊന്നും മുസ്ലിങ്ങളല്ല, നേപ്പാൾ, ശ്രീലങ്ക, അതേപോലെ ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റിൽ നിന്നുള്ള അമുസ്ലിങ്ങളായ ആളുകളാണ് മഹാഭൂരിപക്ഷം. അവർക്ക് പള്ളിയിലേക്ക് വരാൻ പേടിയാണ്, ഇത് അവർക്കുള്ള ഭക്ഷണം, ഇത് കഴിച്ചാൽ ഇനി നാളെ നേരെ അവർക്ക് ഭക്ഷണം ഉണ്ടാവുള്ളൂ, ഇത് അവർക്ക് കൊടുക്കാനാണ് ഞാൻ കൊണ്ടുപോണത്, ഞാൻ അവിടെ പോയിട്ട് നിസ്കരിക്കും, ഇവിടെ നിസ്കരിക്കാൻ കാത്തുന്നാൽ ഇത് കിട്ടൂല. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളെ കയ്യും പിടിച്ച് ആ പള്ളിയുടെ സ്റ്റെപ്പ് അങ്ങോട്ടനെ കയറിയെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പള്ളിയുടെ കുറച്ച് ആ ഉയരമുള്ള വരാന്തിയിൽ നിന്നിട്ട് അയാൾ ഇയാളെ കൈ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ആ കൂടിക്കുന്ന ബംഗാളിയോട് പറഞ്ഞു നിങ്ങളൊക്കെ ഒരു മഗ്‌രിബ് നിസ്കരിച്ച കൂലിയല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, 1000 മഗ്‌രിബ് നിസ്കരിച്ച കൂലി ഇയാൾക്ക് കിട്ടും. വിശക്കുന്നവൻ്റെ വിശപ്പും വിശക്കുന്നവൻ്റെ പ്രയാസവുമാണ് ഈ സഹോദരൻ അറിഞ്ഞത്, നിങ്ങളെക്കാൾ 1000 ഇരട്ടി കൂലി ഇയാൾക്കുണ്ട്. എന്നിട്ട് ഇയാൾ ഈ മനുഷ്യനോട് പറഞ്ഞത് അയാളെ പേഴ്സ് എടുത്തുകാണ്ട് കുറച്ച് പൈസ എടുത്തുകാണ്ട് മൂപ്പരെ കീശിക്ക് ഇട്ട് കൊടുത്തോളാം. എന്നിട്ട് പറഞ്ഞു നാളെ നിൻ്റെ ക്യാമ്പിലെ മുഴുവൻ ആളുകളെയും ഇവിടെ നോമ്പ് തുറക്കാൻ കൊണ്ടുവരണം, പേടിക്കണ്ട, ഞാൻ ഉണ്ടാവും ഇവിടെ, എന്നെ കണ്ടാൽ മതി, നാളെ മുതൽ എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാവണം. എന്നിട്ട് പറഞ്ഞു കൊടുത്തത്രേ ഒരു മനുഷ്യനുണ്ടാകുന്ന ഉപകാരം, ഒരു മനുഷ്യന് കിട്ടുന്ന നന്മ, ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മ, ആ നന്മയെക്കുറിച്ച് അയാൾ ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവല ആരാധനകളിൽ കുടുങ്ങിക്കിടക്കുന്നൊരു മതമല്ല,
ആരാധനകൾ അങ്ങനെ ചെയ്യാം, ബാക്കിയുള്ളതുമായിട്ട് മതത്തിന് യാതൊരു ബന്ധമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം. അത് ഇസ്ലാമിന്റെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും ആ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും കൃത്യമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് കുടുംബ ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. അത് സംസാരിക്കും മുമ്പ് ഞാൻ സാന്ദർഭികമായിട്ട് ഒരു ഹദീസിന്റെ ആശയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് ഒന്ന് എല്ലാ തിങ്കളാഴ്ചയും, മറ്റൊന്ന് എല്ലാ വ്യാഴാഴ്ചയും. പിന്നെ റമളാനിലെ എല്ലാ ദിവസങ്ങളിലും സ്വർഗ കവാടങ്ങൾ തുറക്കും. അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അത് നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുകയോ? ഈ സ്വർഗ കവാടങ്ങൾ തുറക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മലക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആ കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിക്കുകയും പുറത്തു കൊടുക്കേണ്ടവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ്. അപ്പോൾ അത് പ്രധാനമല്ലേ ആ ദിവസങ്ങൾ? അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെട്ടത്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് ഈ സ്വർഗ കവാടങ്ങളുടെ തുറക്കലും അള്ളാഹുവിൻ്റെ പുറത്തു കൊടുക്കലൊക്കെയാണ്. അപ്പോൾ ഈ ശനി, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, അതേപോലെ റമളാനിൻ്റെ എല്ലാ ദിവസങ്ങളിലും മനുഷ്യൻ്റെ കർമ്മങ്ങൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് പറയുമത്രേ, ആ രണ്ട് വിഭാഗം ആളുകളുടെ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, അവിടെ വച്ചലേ, അതെനിക്ക് വേണ്ട. ഒന്നാരോ, ഒന്ന് ശിർക്ക് ചെയ്തവന്റെ കർമ്മങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയോ അതിന് പ്രതിഫലം കൊടുക്കുകയോ അവന് പാപമോചനം കൊടുക്കുകയോ ഇല്ല. കാരണം ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു വഴിയും അവന്റെ മുമ്പിലില്ല. അവന്റെ കർമ്മങ്ങൾ പരിഗണിക്കുകയേ ഇല്ല. അതുകൊണ്ട് ശിർക്കിനെ നമ്മൾ അത്രമേൽ പേടിക്കണം കേട്ടോ, അത്രമേൽ പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയാണ്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദ ശിർക്ക്. തന്റെ സ്വഹാബത്തിനോട് പറയണേ. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഒക്കെ ഇരിക്കുന്ന ആ സദസ്സിൽ റസൂൽ പറയണേ, നിങ്ങൾ ശിർക്കിനെ നന്നായിട്ട് പേടിക്കണം കേട്ടോ. എന്നിട്ട് റസൂൽ പറയണേ, ഉറുമ്പ് അരിച്ചു വരുന്ന അത്ര ഗൂഢമായിട്ടാ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മനസ്സിലേക്ക് ശിർക്ക് കയറി വരും. എപ്പോഴും ശ്രദ്ധിക്കണം. വിശ്വാസം പല നിലക്കാണ് ആ വിശ്വാസത്തിന് വ്യതിയാനം വരിക. ഓരോ സാഹചര്യങ്ങൾ, ഓരോ സന്ദർഭങ്ങൾ, കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ ഒക്കെ ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിനെ തകർത്ത് കളയും. അതുകൊണ്ട് വേറെ ഒരു കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച ഉണ്ടായാലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ അനങ്ങരുത് കേട്ടോ. ശിർക്കിനെ നന്നായിട്ട് പേടിക്കണം. അപ്പോൾ ഒന്ന് അള്ളാഹ് പറയാ, ശിർക്ക് ചെയ്തവന്റെ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അത് അവിടെ നിന്നോട്ടെ, അത് ഞാൻ സ്വീകരിക്കൂല. രണ്ടാമത് രണ്ടാമത് ഒരു മനുഷ്യൻ അവന്റെയും മറ്റൊരാളുടെയും ഇടയിൽ ഞാനൊരു ബന്ധമുണ്ടാക്കിയിരുന്നു, ആ ബന്ധം അവൻ മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആ രണ്ടു പേർക്കും ഇടയിൽ ഷഹ്നാ എന്ന് പറഞ്ഞാൽ പിണക്കം, തെറ്റ് എന്നൊക്കെ അർത്ഥം. ആ രണ്ടാൾക്കിടയിൽ ഒരു പിണക്കമുണ്ട്, ഒരു തെറ്റുണ്ട്. അതുകൊണ്ട് അള്ളിറു, അവരുടെ കർമ്മങ്ങൾ അവിടെ വയ്ക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. മരിക്കുന്നതിന് മുമ്പ് അവർ ആ ബന്ധത്തെ നന്നാക്കുകയാണെങ്കിൽ മാത്രം അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഈ റമദാനിലൊക്കെ നമ്മളൊക്കെ വീട്ടിലൊക്കെ സ്ത്രീകളൊക്കെ പൊടി തട്ടി കാർപ്പറ്റ് വരെ തിരുമ്പി ജനൽ കട്ടണ കലക്കി ഒരു പൊടി പോലും ഇല്ലാതെ ആക്കി അല്ലേ? അള്ളാഹു റസൂലും പറഞ്ഞിട്ടില്ല പൊടി പിടിച്ച വീട്ടിലെ നോമ്പ് ഞാൻ സ്വീകരിക്കൂല എന്ന്. പക്ഷേ പൊടി പിടിച്ച മനസ്സിൻ്റെ നോമ്പ് സ്വീകരിക്കൂല എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നനച്ചൂളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സത്യത്തിൽ വീടല്ല കുളിക്കണ്ടേ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളാണ് നനച്ചു കുളിക്കണ്ടേ. വൈരാഗ്യങ്ങളും വെറുപ്പും വിദ്വേഷങ്ങളൊക്കെ വിട്ട് എത്ര ഇഷ്ടമല്ലാത്തവനാണെങ്കിലും അത് ചെന്നിട്ട് സംസാരിച്ച് ബന്ധങ്ങൾ നേരെയാക്കിയില്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ട് ഈ പൊരിവെയിലത്ത് നമ്മൾ ചെയ്യുന്ന അമലൊക്കെ റോഡിൻ്റെ പക്കത്ത് കിടക്കും, ഉള്ളു കത്തൂല അല്ലേ? അപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ കുടുംബ ബന്ധം എന്നുള്ളത്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമെങ്കിലേ, ഒന്ന്, ഈ നമ്മൾക്ക് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇജാതി കർമ്മങ്ങളുണ്ടല്ലോ, നമ്മൾ എടങ്ങേറായി കഷ്ടപ്പെട്ട് കൃത്യമായി ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹു നിയമമാക്കുന്നതിന് മുമ്പ് അള്ളാഹ് നിയമമാക്കിയതാ കുടുംബ ബന്ധം പാലിച്ചു ജീവിക്കണം എന്നുള്ളത്. അതിനൊക്കെ മുമ്പ്
മനുഷ്യന്മാര് ഭൂമിയിലേക്ക് വരും മുമ്പ്, ആദം നബി ഭൂമിയിലേക്ക് എത്തും മുമ്പ് അല്ലാഹു തആല നിശ്ചയിച്ചത്രേ മനുഷ്യൻ കുടുംബമായിട്ട് ജീവിക്കണം. അന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചു ജീവിക്കാൻ എന്ത് നിയമമാണ് അള്ളാഹുവേ നീ നിശ്ചയിച്ചിട്ടുള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ മറുപടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ആരാണോ ഞാൻ നിശ്ചയിച്ച കുടുംബ ബന്ധത്തെ ചേർത്ത് പിടിക്കുന്നത് അവരുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുണ്ടാവൂ. എന്റെ കാരുണ്യം, എന്റെ അനുഗ്രഹം, എന്റെ സ്വർഗം അതൊക്കെ അവർക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ. ആരാണോ ആ കുടുംബ ബന്ധത്തെ മുറിച്ചു കളയുന്നത് അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഇന്നും ആ കുടുംബ ബന്ധം അള്ളാന്റെ അർശിന്റെ അടുത്തായിന്റെ സ്ഥാനം എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ അർശാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളത്. അവിടെയാണ് കുടുംബ ബന്ധത്തിന്റെ സ്ഥാനം. ആ അർശിന്റെ അരികിൽ നിന്ന് ആ കുടുംബ ബന്ധം ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മൗ വസലനി വസലഹുല്ലാഹ്. ആരാണോ ഞാനുമായി ചേർന്ന് നിൽക്കുന്നത് അവനുമായി അള്ളാഹു ചേരും. ആരാണോ ഞാനുമായുള്ള ബന്ധത്തെ മുറിക്കുന്നത് അവനുമായിട്ടുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയും. അല്ലേ? എന്താ എൻ്റെ ഗൗരവം നോക്കി നിങ്ങൾ. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പും, നമ്മുടെ സക്കാത്തും ഒക്കെ പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു നമ്മളുമായിട്ട്, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കണം. ഇത് അള്ളാഹു ആ ബന്ധത്തെ മുറിച്ചു കളയുമ്പോൾ നമ്മളുമായുള്ള ബന്ധം അള്ളൻ മുറിച്ചു കളയാം. നമ്മൾ അന്യനാകാണ്. പിന്നെ നമ്മുടെ കർമ്മങ്ങൾ പടച്ചോന് വേണ്ട. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മദീനയിൽ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലേക്ക് നാനാഭാഗത്തുനിന്നും ആൾക്കാർ വരും. ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ ക്ലാസ് തുടങ്ങും മുമ്പ് അതിൻ്റെ മുമ്പിലെത്തിയിട്ട് അദ്ദേഹം ആദ്യം പറയും അത്രേ, എന്താ പറയാ അറിയോ? പരസ്പരം തെറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോണം. കാരണം അത്തരം സദസ്സുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരൂല. നമുക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വേണം, ഓല പ്രാർത്ഥന വേണം. അതുകൊണ്ട് ആ മലക്കുകളുടെ വരവിന് തടസ്സമാകുന്ന പരസ്പരം തെറ്റിയവർ ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റ് പോണെന്ന്. എന്താ ഗൗരവല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് അത്രയൊക്കെ മതി, അങ്ങനെയൊക്കെ മതി, അതൊക്കെ മതി, പടച്ചോന്നറിയില്ലേ അല്ലേ? ഇബിലീസ് നമ്മുടെ മനസ്സിൽ എന്താ പറയുക, ഇബിലീസിന്റെ ഒരു തത്വം എന്താ വെച്ചാല്, ഒന്നുകിൽ ഇബിലീസ് പറഞ്ഞതുപോലെ നമ്മളെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് മുടക്കുക, ഒന്നതാ. ഇനി മുടങ്ങൂല, നമ്മൾ ചെയ്യും. എന്നാ പിന്നെ ഇബിലീസിന്റെ രണ്ടാമത്തെ ആശയം എന്താ അറിയോ? ആ ചെയ്യുന്ന ആരാധനകൾ സ്വീകാര്യമല്ലാത്ത രൂപത്തിലാക്കുക. നമ്മുടെ നാട്ടിൽ പണ്ട് ഇലക്ഷൻ, ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോഴേ ഒരു വോട്ടിന് 2 വോട്ടിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന മണ്ഡലങ്ങളുണ്ട്, വാർഡുകൾ. അപ്പോൾ അവിടെ ഒരു 4 വോട്ടുള്ള ഒരു വീടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത സാധുക്കളായ ആൾക്കാരാണ്. 4 വോട്ടുണ്ട് ഓർക്ക്, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനത്തെ ചില വീട്ടുകാരുണ്ടാവുമല്ലോ, ഓരോ ആർക്കെങ്കിലൊക്കെ ചെയ്യും. അപ്പോൾ ഈ 2 സ്ഥാനാർത്ഥി ഓല അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് വോട്ട് 2 കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 1 വോട്ട് 2 വോട്ടൊക്കെ ജയിക്കുന്ന വാർഡുകളിൽ 4 വോട്ട് പറഞ്ഞാൽ പ്രധാനം തന്നെയാണല്ലോ. അപ്പോൾ ഇവരെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളുമല്ല, പൈസ കൊടുത്താലും അറിയില്ല, അങ്ങനത്തെ കുടുംബമായതുകൊണ്ട് ഇവരെ വോട്ട് ആർക്കാന്നുള്ളൊരു പ്രശ്നമാണ്. അവസാനം ഒരു സ്ഥാനാർത്ഥി എന്ത് ചെയ്തു, ഇവരുമായിട്ടൊരു പഴയൊരു കുടുംബമുണ്ട് മൂപ്പർക്ക്, ഏതോ ദൂരമുള്ള കുടുംബം. ആ കുടുംബക്കാരൊക്കെ പിടിച്ചു വന്നുകാണ്ട് നിങ്ങളും നമ്മളൊക്കെ കുടുംബമാണ്, അതുകൊണ്ട് കുടുംബക്കാരങ്ങൾ അങ്ങനെ പറഞ്ഞ എന്തായാലും കുടുംബം എന്നുള്ള നിലക്ക് ബല വോട്ട് മൂപ്പര് സ്വന്താക്കാൻ തീരുമാനമായി. ബല ഏകദേശം അയാൾക്ക് ചെയ്യുന്നിടത്തെത്തി. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ഥാനാർത്ഥി മനസ്സിലായി. അയാൾ ഇലക്ഷൻ്റെ തലേന്ന് രാത്രി ആ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് കുറേ സങ്കടമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അവസാനം നിങ്ങൾ കാര്യം ചെയ്യും, ഇനിയിപ്പോൾ നിങ്ങൾ എനിക്ക് മാത്രം ചെയ്യണം ഞാൻ പറയുന്നില്ല, നിങ്ങൾ എനിക്കും ഓനും പാടും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സാധുക്കൾ അന്ന് ഈ വോട്ട് കുത്തണ കാലാണ്. ഇവരെന്ത് ചെയ്തു, 2 ആളെ ചിഹ്നത്തിലും കുത്തി വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ആരും സങ്കടപ്പെടുത്തില്ല, 2ആൾക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് ഉറപ്പായി എന്തായാലും വോട്ട് ഓനാ പോകുക, എനിക്ക് കിട്ടൂല, എന്താ പിന്നെ 2ആൾക്കും കിട്ടരുത് അല്ലേ? ഇബിലീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ്. നമ്മൾ ഇബിലീസ് പറഞ്ഞത് കേൾക്കൂല, ഇബാദത്ത് ചെയ്യുമെങ്കിൽ പിന്നെ ആ ഇബാദത്ത് എങ്ങനെ സ്വീകരിക്കപ്പെടാത്ത കോലത്തിലേക്ക് പോകും. ഈ കുടുംബ ബന്ധങ്ങളൊക്കെ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം പറഞ്ഞ നിങ്ങൾ. ഒരുപക്ഷെ അത്ര ഗൗരവത്തോടു കൂടി ഒരുപക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു ബന്ധം ഉണ്ടാവില്ല. ഖുർആനിലും ഹദീസിലും അത്രമേൽ വലുതാണ് കുടുംബ ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ.
കുടുംബം മുറിച്ച് ഒറ്റക്ക് ജീവിക്കണുണ്ടല്ലോ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞേ. സ്വർഗത്തിൽ പ്രവേശിക്കൂല, പിന്നെ എന്തിനാ നമ്മൾ നയിച്ചത്? അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള വഴികൾ നമ്മൾ കൃത്യമാക്കണ്ടേ, നമുക്ക് എത്താനുള്ള മാർഗങ്ങൾ നമ്മൾ ശരിയാക്കണ്ടേ, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവണ്ടേ. അതുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ വലിയ ജാഗ്രത ഉണ്ടാവണം നമ്മുടെ ഭാഗത്ത്. അപ്പൊ പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അതിന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നന്നാവണം എന്നൊക്കെ. പക്ഷേ അപ്പുറത്തുള്ളവർക്ക് ഒരു താല്പര്യമില്ല. ഞാൻ പലവട്ടം പള്ളി കമ്മിറ്റിയെ കണ്ടു, മധ്യസ്ഥന്മാരെ കണ്ടു, പലരെ കണ്ടു, ഞാൻ ശ്രമിച്ചു, പക്ഷെ നടക്കണില്ലല്ലോ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, 3 ദിവസം മനുഷ്യന്മാരാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചില സംസാരവും ചില പ്രവൃത്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ മനസ്സ് മുഷിഞ്ഞ് തെറ്റിയേക്കാം. തെറ്റൂല എന്ന് പറയാൻ പറ്റൂല, ഒരു മുസ്ലിം തെറ്റൂല എന്ന് പറയാൻ പറ്റൂല. കാരണം മനസ്സ് പല കോലത്തിലാണ്, ഇഷ്ടപ്പെടാത്ത പറയേ, ഇഷ്ടപ്പെടാത്ത കാണുക ചെയ്യുമ്പോൾ ഒരു പിണക്കുണ്ടായേക്കാം. ആ പിണക്കത്തിന് പരമാവധി നമുക്ക് അനുവദിച്ചു തന്ന സമയം 3 ദിവസം. റസൂൽ പറഞ്ഞ് 3 ദിവസത്തിലപ്പുറം അനുവദനീയമല്ല പിണങ്ങി നിൽക്കുന്നത്. ആ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ പിണക്കം കുറ്റകരമാണ്. അതിപ്പോ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ല, ഓരോ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് പിണങ്ങിയതെങ്കിൽ പോലും ആ പിണക്കം കുറ്റകരമാണ്. ഇനി അങ്ങനെ പിണങ്ങിയിട്ട് അത് നന്നാവുന്നതിന് മുമ്പ് ഒരാളാണ് മരിച്ചാണ്ടല്ലോ, 2 ആളും കുറ്റക്കാരാ. നാളെ പടച്ചോന്റെ കോടതിക്ക് 2 ആളുകൾ വരും. കാരണം പിന്നെ തിരുത്താൻ നേരമല്ലല്ലോ. നമ്മളൊക്കെ പലപ്പോഴും പലരുമായിട്ട് കുടുംബത്തിൽ പിണങ്ങിയിട്ട് പിന്നെ ഓരോ മയ്യത്ത് കാണാനാ നമ്മൾ പോകല്. അന്ന് നമുക്ക് മനസ്സിൽ തോന്നും, പക്ഷെ നേരത്തെ വരാനില്ലേ, സുഖമില്ലാതെ കന്നപ്പോ ഭരണം കരുതിനി, അന്ന് വന്നുകാണ്ട് സലാം പറഞ്ഞ് നന്നാവായിനി, അന്നിപ്പോ നേരം കിട്ടിയില്ല, ഇനിയിപ്പോ എന്താ കാട്ടുക? ഒന്നും കാട്ടല്ല, തൗബ ചെയ്തോളി, പടച്ചോൻ സ്വീകരിച്ചാ സ്വീകരിക്കും, ഇല്ലെങ്കിൽ പോണ്ടി വരും നരകത്തേക്ക്. അത്ര കർശനമായിട്ടാ കുടുംബ ബന്ധത്തിന്റെ കാര്യം പറഞ്ഞേ. അപ്പൊ റസൂൽ പറഞ്ഞെന്തറിയോ, 3 ദിവസം വരെയൊക്കെ മാക്സിമം ആവാം. ആ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ സംഗതി പൊടുത്തുനിന്ന് വിട്ടുകണ്. പിന്നെ നിങ്ങൾ പോയിട്ട് സലാം പറഞ്ഞ് നന്നാവാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആരാണോ സലാം പറഞ്ഞ് തുടക്കം കുറിക്കുന്നത് അവനാണ് ശ്രേഷ്ഠൻ, അവൻ കുറ്റത്തിൽ നിന്ന് മുക്തനാവും. എന്നാൽ മറുഭാഗത്ത് പോടാവുന്ന് നന്നാവാൻ വന്നിക്കണോ, പോടാവുന്ന് ഒരു കാറി കുറച്ചൊരു തുപ്പലും തുപ്പി തുണിയൊക്കെ മടക്കി കുത്തിന് പോവുകയാണെങ്കിലേ റസൂല് പറയണേ, അവന് ഇരട്ടി ശിക്ഷയുണ്ട് അല്ലേ? അപ്പോൾ നന്നാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് രക്ഷപ്പെടാം. നന്നാവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് രക്ഷപ്പെടാം. ആ നന്നാവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ സൊല്യൂഷനുമായിട്ട് നമ്മളോട് എത്തണം. ഇനി നമ്മൾ അക്രമം ചെയ്തിരിക്കണമെങ്കിലോ, നമ്മളാണ് അക്രമം ചെയ്തത്, പിടിച്ചു പറിച്ചേക്കാണ്, കച്ചറുണ്ടാക്കിയേക്കാണ്, തെറി പറഞ്ഞേക്കാണ് എങ്കിൽ നമ്മൾ ചെയ്ത അക്രമത്തിന് മാപ്പ് ചോദിക്കണം. വല്ല പൈസ, സ്വത്തോ പറമ്പോ ഒക്കെ പിടിച്ചെടുത്തിക്കണമെങ്കിൽ അത് നമ്മളതല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തിട്ട് അവരോട് പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ 10 ലക്ഷം ഉറുപ്പ്യ അടിച്ചെടുത്തിട്ട് നന്നാവല്ലേ അസ്സലാമു അലൈക്കും പറഞ്ഞു പോന്നാൽ അത് നന്നാവില്ല. അത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തിട്ട് അവരോട് പറയണം, ദാ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അല്ലേ? അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ തൗബ ചെയ്യാൻ 3 ഷർത്തുകളല്ലേ? 1, തെറ്റ് തെറ്റാണെന്ന് ബോധ്യമാവണം. 2, ഇനി ആ തെറ്റ് ചെയ്യൂല എന്ന് പ്രതിജ്ഞ എടുക്കണം. 3, പിന്നെ ഒരിക്കലും ആ തെറ്റുക്ക് പോകാതിരിക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചാൽ തൗബ സ്വീകരിക്കും. എന്നാൽ വ്യക്തികളോട് ചെയ്ത തെറ്റാണെങ്കിലേ, അത് പൊറുക്കണമെങ്കിലേ ആ വ്യക്തിയുടെ സമീപത്തെത്തി അയാളോട് കൂടി നമ്മൾ മാപ്പ് ചോദിക്കണം. അപ്പോഴേ ആ തെറ്റ് പൊറുക്കുള്ളൂ. അപ്പൊ കുടുംബ ബന്ധത്തിൽ എന്ത് കാരണത്താലാണോ തെറ്റുണ്ടായത് ആ തെറ്റ് തിരുത്താൻ എന്താണോ ചെയ്യേണ്ടത് ആ ഫോർമുലയുമായി നമ്മളോട് എത്തുക. നമുക്ക് ഇങ്ങനെ പ്രശ്നത്തിൻ്റെ പേരിലല്ല തെറ്റിയത്, ഞാൻ ആ വഴി ഒരടി ഞാനാണ് കുറച്ച് തരാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എടുത്തോളാം, ഈ കുറ്റി ഒന്ന് അങ്ങോട്ട് മാറ്റി തറച്ചുതരാം, നമുക്ക് നന്നാവണ്ടേ, ഇതൊക്കെ നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് ആര് തുടങ്ങുന്നോ അവൻ കഴിച്ചിലായി, ഓൻ രക്ഷപ്പെട്ടു. എന്നാൽ മറുഭാഗത്ത് താല്പര്യമില്ലാതെ അഹങ്കാരത്തോടെ തിരിഞ്ഞു പോയവനാരോ അവന് ഇരട്ടി ശിക്ഷയുണ്ട് എന്ന പ്രവാചകന്റെ വാക്ക് നമുക്കെല്ലാവർക്കും ബാധകാട്ടോ. മരിച്ചിട്ടിങ്ങനെ മയ്യത്ത് വെറുങ്ങലിച്ച് കിടക്കുമ്പോൾ മയ്യത്തിന്റെ തലഭാഗത്തു നിന്നൊരു കുമ്പസാരുണ്ട്. ഞങ്ങളുടെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തിക്കണമെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ഓർത്ത് നിങ്ങൾ പുറത്തു കൊടുക്കണം. ആരും പുറത്തു കൊടുക്കൂല, പടച്ചോൻ കൊടുക്കൂല. അത് ജീവിതകാലത്ത് നമ്മുടെ തൗബയൊക്കെ എപ്പോഴാണ് സ്വീകരിക്കുക? നിങ്ങൾ മരണം തൊണ്ടക്കുഴിയിലെത്തും മുമ്പ് അതുവരെ സമയമുണ്ട്. അതിൻ്റെ ഇടക്ക് നമ്മൾ പറഞ്ഞു തീർത്ത് നന്നായിരിക്കണം. അപ്പോൾ
രക്തബന്ധങ്ങളുണ്ട്, വിവാഹ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ചില ആൾക്കാർ പറയേ മൂപ്പർ ശരിയല്ല, അതുകൊണ്ട് ഞാൻ മൂപ്പരെ പെരീക്കൊണ്ട് പോലുമില്ല, കാണലുമില്ല, സലാം പറയലുമില്ല, എത്രയോ കാലമായി അല്ലേ. അത് നല്ല കാര്യമല്ല. അയാൾ ശരിയാണോ ഇല്ലെന്നല്ല. നിങ്ങൾക്കറിയില്ലേ, ഇപ്പം എൻ്റെ മൂത്താപ്പൻ്റെ അളാപ്പ, ഈ എളാപ്പാനെയും മൂത്താപ്പാനെയും ഇയാളെ മൂത്താപ്പാക്കിയതും ഇയാളെ എളാപ്പാക്കിയതും ഞാനാണോ? എൻ്റെ മൂത്താപ്പൻ്റെ ആളാവണം, എൻ്റെ എളാപ്പൻ്റെ ആളാവണം, അത് ഞാനാ തീരുമാനിച്ചേ. അങ്ങനെ തീരുമാനിക്കാൻ നമുക്കൊക്കെ അവകാശം തന്നാൽ നമ്മൾ യൂസുഫലിനൊക്കെ നമ്മൾ അമ്മോനാക്കൂലേ. പക്ഷെ നമുക്ക് അധികാരമില്ലല്ലോ. ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പേ എൻ്റെ മൂത്താപ്പ വന്നിക്കണേ, ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പേ എൻ്റെ എളാപ്പ വന്നിക്കണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിക്കും മുമ്പേ എൻ്റെ അമ്മായി ജനിച്ചിട്ടുണ്ട്. എല്ലാരും പടച്ചോമ്മടെ റെഡിയാക്കി നിർത്തിയേക്കുക. എന്നിട്ടാ ഞാൻ വന്ന് ഇതൊക്കെ എൻ്റെ ആൾക്കാരാട്ടോ. പലരും പല സ്വഭാവ, ദേശമുള്ളവരുണ്ട്, സ്നേഹമുള്ളവരുണ്ട്, വെറുപ്പുള്ളവരുണ്ട്, അഹങ്കാരമുള്ളവരുണ്ട്, എളിമയുള്ളവരുണ്ട്, ഒക്കെ പല കോലത്തിലാ. അത് പടച്ചോൻ ഇന്നെ പരീക്ഷിക്കാൻ വേണ്ടി വെച്ചതാ. ഞാൻ എങ്ങനെ ഓരേറ്റ് ഇങ്ങനെ വാരിക്കോരി തരുന്ന ആൾക്ക് അങ്ങോട്ട് പോകുക പറഞ്ഞാൽ അതുപോലെ പുതുമയൊന്നല്ല, അതെല്ലാവരും പോകും. റസൂല് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് അങ്ങോട്ടും ബന്ധം ചേർക്കലല്ല, കുടുംബ ബന്ധം ചേർക്കൽ. ഇങ്ങോട്ട് ബന്ധം ചേർക്കാൻ മടിക്കുന്നവരോട് അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കലാണ്. നമ്മളെന്താ പറയല്, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്, ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഓന്റെ മകളെ കല്യാണത്തിന് വിളിച്ചിക്കണോ, എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് വിളിക്കും. അത് നാട്ടിലെല്ലാവരും വിളിക്കണല്ലേ, അതിന് കുടുംബം വേണോ? അതിന് കുടുംബം വേണ്ട, അതെല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നതാ. പക്ഷെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള വഴി മുറിച്ചു കളഞ്ഞവന് വേറെ വഴി വെട്ടി അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ടെത്തുമ്പോഴാണ് അതിനെയാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയാ എന്ന റസൂൽ പറഞ്ഞേ. അല്ലാതെ കുടുംബ ബന്ധം ചേർക്കുന്നതിന് ഇത്രയും വലിയ കൂലി ഉണ്ടായിരിക്കെ ഇങ്ങോട്ടുള്ളവനോട് അങ്ങോട്ടും കൊടുക്കുക, അതല്ല കുടുംബ ബന്ധം. കുടുംബ ബന്ധം അല്ലേ. ഇപ്പം അങ്ങേപ്പുറത്തെ അളാപ്പാൻ്റെ പേരിൽ നിന്ന് ഒരു പാത്രത്തിൽ കുറച്ച് ബിരിയാണി ഇങ്ങോട്ട് കൊടുത്താൽ ആ പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ അതിലെന്തേലും കൊടുക്കുക, നല്ലതാണ്. പക്ഷെ അതല്ല ബന്ധം ചേർക്കല്. ഇങ്ങോട്ടൊരു വറ്റ് പോലും തരാത്തൊരു പേര് അവിടെ ഉണ്ട്, അവിടെ എന്നും ബിരിയാണി വെക്കല. എന്നാൽ നമ്മളെ പേരിൽ എന്തെങ്കിലും ഒന്ന് ചോറ് പറ്റിച്ചുമ്പോൾ കുറച്ച് പാത്രത്തിലൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കാം, മുത്താപ്പാൻ്റെ പേരല്ലേ, ഓല് തിന്നട്ടെ. അതാണ് കുടുംബ ബന്ധം ചേർക്കൽ അല്ലേ. അപ്പോൾ ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാലേ അത് ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, എളുപ്പമുള്ള കാര്യമല്ല എന്നല്ലേ. അത് എളുപ്പമുള്ള കാര്യമല്ല. മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിച്ചാലേ ഇത്തരം ബന്ധങ്ങളെ നമുക്ക് ചേർക്കാൻ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, റസൂലേ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഒരിക്കൽ കണ്ണിൻ്റെ കണ്ടൂടാ, എന്നോട് ദേഷ്യം, ഒന്നുമില്ല, പറയില്ല, ഒന്നുമില്ല, പക്ഷെ ഞാൻ ഓലെ വിടൂല, എന്നും ചെല്ലു ഓലെ പേരിൽ മുത്താപ്പ അസ്സലാമു അലൈക്കും, എളാപ്പ അസ്സലാമു അലൈക്കും, സുഖല്ലേ. ഒരിക്കത് കാണുമ്പോൾ തന്നെ മൂർത്താവിലെ മുദ്ദിങ്ങനെ നീച്ചു, എന്നാലും ഞാൻ എന്നും ചെല്ലും നന്നാക്കാൻ വേണ്ടി. അപ്പോൾ റസൂല് പറയണേ, ഈ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ ഓരെക്കൊണ്ട് ചുടുവണ്ണീർ മാന്തിക്കുകയാണല്ലോ എന്ന പ്രയോഗമല്ലേ മലയാളത്തിൽ തന്നെ, കുട്ടിക്കുരങ്ങിനെ കൊണ്ട് നീ അവരെ കൊണ്ട് വെണ്ണീർ മാന്തിക്കുകയാണല്ലോ, വല്ലാത്തൊരു കാര്യമാണ് എൻ്റെ കാര്യം. പ്രവാചകൻ അവനെ പ്രശംസിച്ചുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്. അപ്പം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ടോ ചുരുക്കില്ലാത്തതുകൊണ്ടോ ഒക്കെ നമ്മളോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഒരു വലിയ ആൾക്കാരെ കാരണം, വലിയ തറവാട്ടാരും വലിയ കാറും വലിയ മതിലൊക്കെ, നമുക്ക് ഓലെ വലിയ വലിയ ആൾക്കാരാ, നമ്മളാണ് ചെല്ലണവർക്ക് ഇഷ്ടം, ഞാൻ പോകലില്ല. അതല്ല നിലപാട്. കുടുംബമാണോ അടുത്തിരിക്കണം, ആ ബന്ധം നമ്മൾ നിലനിർത്തണം, ആ ബന്ധം ചേർത്ത് പിടിക്കണം, ആ ബന്ധം തുടർന്നു കൊണ്ടുവരണം. അത് നമ്മൾ കാരണം ആ ബന്ധം മുറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഉണ്ടായാൽ പടച്ചറപ്പിൻ്റെ അടുക്കൽ നമ്മൾ കുറ്റവാളിയാണ്. നമ്മുടെ അമലുകൾ പോലും സ്വീകരിക്കപ്പെടാതെ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ സത്യവിശ്വാസികൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കേണ്ട ചുമതല സമുദായത്തിനുണ്ട്. ഫാസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ സുലഭിയിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പരസ്പരം പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ അവർ തമ്മിൽ തെറ്റിലാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ ആ തെറ്റ് തിരുത്താൻ അതിലിടപെടേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പള്ളിയുടെ കീഴിലും ഈ സക്കാത്ത് കമ്മിറ്റിയൊക്കെ പോലെ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റിയാണല്ലേ മസ്ലഹത്ത് കമ്മിറ്റി. ഒരു മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ടാവണം. ആ മസ്ലഹത്ത് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ആരെങ്കിലും ഇങ്ങനെ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞാൽ തീർക്കണം. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ, ഒരു ഗോത്രക്കാര് പരസ്പരം തെറ്റിയിട്ട് കുറേയായി, ഇപ്പൊ അവർ തമ്മിൽ ലഹള തുടങ്ങിയിട്ടുണ്ട്, കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ സമയമായിക്കണ്, കാത്തിക്കുക. നിസ്കാരം വിട്ടിട്ടൊരു പരിപാടിക്ക് റസൂല പോകാറില്ല. പക്ഷേ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ റസൂൽ എന്ത് അറിയോ, നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ ഒരാളാക്കിയിട്ട് പ്രവാചകൻ അപ്പം തന്നെ പുറപ്പെട്ടു പോകാൻ വെക്കാറില്ല. അതൊരു ബാധ്യതയാണ്.
കുടുംബ ബന്ധം തെറ്റിയ ആരെങ്കിലും നമ്മുടെ അറിവിലുണ്ടെങ്കിൽ അത് ഒന്നിപ്പിക്കേണ്ട, വിളക്കി ചേർക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട്. അതൊരു വലിയ പുണ്യകർമ്മമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. കുടുംബ ബന്ധത്തെക്കുറിച്ച് ഏറെ പറഞ്ഞതുകൊണ്ടും ഏറെ കേട്ടതുകൊണ്ടും ഞാനത് വളരെ വിശദമായി പറയുന്നില്ല, അതിൻ്റെ ഗൗരവം മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് അത് നമ്മുടെ ബന്ധങ്ങളിൽ അറ്റുകിടക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിലും നന്നാക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാവും ചിലപ്പോഴേ ഏട്ടനും അഞ്ചനും ഉണ്ടൂല, ഏട്ടനും അഞ്ചനും ഭാര്യമാരും ഉണ്ടൂല, അങ്ങനെയൊക്കെ അടുത്ത നമ്മുടെ നാട്ടുകാർക്കിടയിൽ നല്ല ഉഷാറായിക്കാരം. അയലോക്കക്കാരോടൊക്കെ നമ്മളെ പറ്റി ചോദിച്ചാൽ 1000 നാവൈക്കാരം. പക്ഷേ കുടുംബത്തിൽ നമ്മൾ ഇല്ല, കുടുംബത്തിൽ നമ്മളില്ല. അങ്ങനെ ആയാൽ നമ്മുടെ അമലുകൾ ലക്ഷ്യത്തിലെത്താതെ പാതി വഴിയിൽ കിടക്കുകയും സ്വർഗം നമുക്ക് അന്യമാവുകയും ചെയ്യും. പലപ്പോഴും ഈ കുടുംബ ബന്ധമൊക്കെ ചേർക്കാനുള്ള തടസ്സം എന്താ നിങ്ങൾ? പൈസ ചിലവാകുമോ എന്നുള്ള പേടി തന്നെ. ചില ആൾക്കാർ പറയും അതൊരു പണിയാണ്, കല്യാണം ദക്കാരം പേറ്റിനോടി കൊണ്ടുവരും, സുന്നത്ത് കല്യാണം അങ്ങനെ കൊടുത്തും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകലെന്നല്ല അല്ലേ. അല്ല, ഈ കുടുംബ ബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് ഞാൻ നിങ്ങളെ വിരോധി വെച്ച് അല്ലേ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന പോലെ അല്ല പറയണേ, വഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അള്ളാഹുവിനോട് നിങ്ങൾ യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല. അതാണല്ലോ ഏറ്റവും വലിയ കൽപ്പന. അതിൻ്റെ കൂടെ തന്നെ അള്ള പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനൻ, നിങ്ങൾ മാതാപിതാക്കളോട് നല്ലതുപോലെ പ്രവർത്തിക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്കി അള്ള പറയാൻ തീർന്നില്ല. ഇത് അള്ള പറയണേ വബിദിൽ ഖുർബാ, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം. വബിദിൽ ഖുർബാ, കുടുംബ ബന്ധമുള്ളവരോടും നിങ്ങൾ അങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രയോറിറ്റി, അതിൻ്റെ ഒരു മുൻഗണനാക്രമം നോക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം, നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളോടും നല്ല നിലക്ക് പെരുമാറണം. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണ്, എനിക്ക് സ്വർഗത്ത് പോകണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? റസൂല് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അംഗീകരിക്കണം, പിന്നെന്താ വേണ്ടത്? കുടുംബ ബന്ധം ചേർക്കണം, പിന്നെ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം. കുടുംബ ബന്ധത്തിന് മേലെ പറഞ്ഞേ, മേലെ 5 നേരത്തെ നിസ്കാരം നിർബന്ധാക്കിയതേ ഹിജറ 9-ാം വർഷത്തിലാ. സക്കാത്തും ഹജ്ജൊക്കെ നിർബന്ധമാണ് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ. പക്ഷേ കുടുംബ ബന്ധം ചേർക്കണമെന്നത് പ്രവാചകന്റെ പ്രബോധനത്തിന്റെ 1-ാമത്തെ ദിവസത്തെ വിഷയമാണ്. മക്കയിലെ മുശ്രിക്കുകളോട് ശത്രു രാജ്യത്തെ രാജാവ് ചോദിച്ചു, മുഹമ്മദ് മോശക്കാരനാണ് നിങ്ങൾ പറയുന്നത്? അതെ, മോശമാണ്. എന്താണ് മുഹമ്മദ് നിങ്ങളോട് പറയുന്നത്? അപ്പൊ പറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഒഴിവാക്കണം എന്നാ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? പിന്നെ പറയുന്നത് കുടുംബ ബന്ധം ചേർക്കണം എന്നാണ്. അന്ന് കള്ള് നിർബന്ധം, കള്ള് ഹറാമാക്കിയിട്ടില്ല, പലിശ ഹറാമാക്കിയിട്ടില്ല, നിസ്കാരം 5 വക്തായിട്ടില്ല, സക്കാത്ത് നിയമമായിട്ടില്ല, അനന്തരാവകാശ നിയമമല്ല, ഒരു നിയമമല്ലാത്ത കാലത്ത് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന നിയമം പഠിപ്പിക്കുമ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞ നിയമമാണ് കുടുംബ ബന്ധങ്ങൾ പാലിക്കണം. അത്ര ഗൗരവമുണ്ടതിന്, അത്ര പ്രാധാന്യമുണ്ട് അല്ലേ. അങ്ങനെ ഈ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടേ അതിന് ശേഷം അള്ളാഹു തആല പറഞ്ഞൊരായത്തുണ്ട്. ആ ആയത്തിന് ഭയങ്കര പ്രസക്തി ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കാൻ ഓരെ കണ്ടാലും കാണാത്ത പോലെ, കുടുംബത്തിലെ ആൾക്കാരെ കണ്ടാലും കാണാത്തതരാ, എന്തേലും കൊടുക്കേണ്ടതാലോ, എന്തേലും ചോദിച്ചാലോ അല്ലേ. കുടുംബത്തിലൊക്കെ കടം കൊടുക്കുന്ന ആൾക്കാർ കുറച്ചുള്ളൂ. നാട്ടുകാർക്കൊക്കെ കടം കൊടുക്കും, പക്ഷെ ഓന് കൊടുത്താൽ ശരിയാവില്ല. എന്താ അറിയോ, ചിലപ്പോൾ തിരിച്ചു തരൂല, തിരിച്ചു തന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റൂല, ഒക്കെ പരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്കൂല അല്ലേ. നോക്കി അള്ളാഹു ഖുർആനിൽ പറയട്ടോ, അല്ലദീന യബ്ഖലൂന, അതായത് പിശുക്ക് കാണിക്കുന്ന ആൾക്കാർ കണ്ടമാനുണ്ടാവും, പക്ഷെ കുടുംബത്തിക്ക് ₹1 കൊടുക്കൂല. അല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിക്കുന്ന ആൾക്കാർ, ഓല് പിശുക്ക് കാണിക്കുക മാത്രമല്ല വയഉമുറൂന അന്നാസ ബിൽ ബുഖ്ലി, നാട്ടുകാരോട് എന്താ പറയലോ, ഓന് കൊടുക്കരുത് കേട്ടോ, സംഗതി ഓന്റെ മൂത്താപ്പാന്റെ മകനൊക്കെയാണ്, സാധനം കൊടുക്കരുത്. എന്താ അവൻ്റെ പേരില് ഓരോ അനാവശ്യമായ ചെലവെന്താ, ഓന് കൊടുക്കരുത് കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരെ യഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ലി വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹ് അവർക്ക് കൊടുത്ത അനുഗ്രഹം ഉണ്ടല്ലോ അതിനെ മറച്ചു വെക്കുക. എന്താ ഇപ്പം കച്ചവടത്തിലൊന്നും കിട്ടണില്ല, വെറുതെ നടക്കുകയാണ്, തുറക്കുക അടക്കുക എന്നല്ലാതെ ഒന്നും കിട്ടണില്ല, പേടിയാണ്. ₹100 തരുമെന്ന് ചോദിക്കുമല്ലോ, പേടിയാണ്. അതുകൊണ്ട് അള്ളാഹ് കൊടുത്ത നിഅമത്തിനെ പരമാവധി അടിച്ചമർത്തി അതിനെ പൊതിഞ്ഞ് പാത്തു വെക്കും. അള്ളാഹ് അടുത്ത വാക്ക് കേട്ടോ, വഅഅ്തദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന, ഈ നിഷേധികൾക്ക് അള്ളാഹു നിന്ദ്യമായ ശിക്ഷയാണ് അള്ളാഹു വിധിച്ചിരിക്കുന്നത്. ഏതാണ് നിഷേധി? ഇവനാണ് നിഷേധി. ആര്?
കുടുംബ ബന്ധം ചേർക്കുവാൻ ധനം ചെലവഴിക്കേണ്ട സമയം വരുമ്പോൾ അവിടെ പിശുക്ക് കാണിക്കുകയും മറ്റുള്ളവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായത്തിനെ തടയാൻ ഓനത്ര ആവശ്യമൊന്നുമില്ല, ഓൻ ആവശ്യമുണ്ടെങ്കിൽ ഓനെ മൂത്താപ്പല്ല ഞാൻ കൊടുക്കൂലേ, അത് കൊടുക്കൊന്നും വേണ്ട, ഓന് വെറുതെ അങ്ങനെ ദൂർത്തടിച്ചാനാണ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാപ്പാന്റെ വൃക്ക മാറ്റി വെക്കാനാണെങ്കിലും 5 പൈസ കൊടുക്കാൻ അയക്കാത്ത കുടുംബങ്ങള് അല്ലേ? അള്ളാഹ് പറഞ്ഞത് നിന്ദ്യമായ നികൃഷ്ടമായ ശിക്ഷ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന. ഈ സാമ്പത്തിക കാര്യം ഓർക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് കൂടി നമ്മൾ ഓർമ്മിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ തൻ്റെ ഉപജീവനം വിശാലമാകണമെന്നും തൻ്റെ ആയുസ് കൂട്ടിക്കിട്ടണമെന്നും ആരാണോ ആഗ്രഹിക്കുന്നത്, അത് ആഗ്രഹിക്കാത്ത ആരാപ്പി കൂട്ടത്തിലുള്ളത്? എൻ്റെ വരുമാനം ഉഷാറാവണം, എനിക്ക് ആയുസ് കുറച്ച് തോനെ കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ആരുമില്ലല്ലോ. അങ്ങനെ ആരാഗ്രഹിക്കുന്നുണ്ടോ അത് കിട്ടാനുള്ള മാർഗം എന്താ? അത് രണ്ടും പടച്ചോന്റേക്ക് തന്നെ കിട്ടേണ്ടതാ. എൻ്റെ ഉപജീവനത്തിലെ വർധനവും എൻ്റെ ആയുസിന്റെ വർധനവും പടച്ചോന തരണ്ടേ. അത് പടച്ചോന്റേക്ക് കിട്ടണമെങ്കിൽ അള്ളാഹ് ഒരു നിബന്ധന വെച്ചിരിക്കണം. എന്താ അറിയോ? ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധങ്ങൾ ചേർക്കട്ടെ. നമ്മൾ വിചാരിച്ചത് കുടുംബ ബന്ധം ചേർത്താൽ പൈസ ചെലവാക്കേണ്ടി വരുന്ന. അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വരുമാനത്തിൽ ഉപജീവനത്തിൽ വിശാലത ചെയ്തു തരും അല്ലേ? അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. ആ കുടുംബ ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞ ആ ആയത്തിൽ അതിൻ്റെ തൊട്ട് താഴെ അള്ളാഹു പറയുന്നത് വൽ ജാരിൽ ജുനുബ് അല്ലേ? അതേപോലെ വൽ ജാരിദിൽ ഖുർബ, അയൽവാസികളെ കുറിച്ചാണ് പറഞ്ഞത്. അയൽവാസികൾ 3 തരമുണ്ട്. ഒന്ന് കുടുംബ ബന്ധമുള്ള മുസ്ലിമായ അയൽവാസി, ഒരു കാറ്റഗറി. രണ്ടാമത്തേത് കുടുംബ ബന്ധമില്ലാത്ത മുസ്ലിമായ അയൽവാസി. മൂന്നാമത്തേത് മുസ്ലിം അല്ലാത്ത കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി. നമ്മുടെ അയൽവാസികൾ ഈ 3-ൽ ഏതെങ്കിലും കൂട്ടത്തിൽപ്പെട്ട ആളേക്കാരം. ഒന്ന് തൊട്ടടുത്ത പേരെന്നെ ഏട്ടനോ അഞ്ചനൊക്കെ ഇക്കാരം, എളാപ്പ മൂത്താപ്പ ഇക്കാരം, അടുത്ത കുടുംബങ്ങളേക്കാരം, മുസ്ലിം ഇക്കാരം നമ്മുടെ അയൽവാസിയാണ്. അതൊരു കാറ്റഗറിയാണ്. രണ്ടാമത്തേത് കുടുംബമല്ല പക്ഷെ മുസ്ലിമാണ് അയൽവാസി. മൂന്നാമത്തേത് മുസ്ലിമും അല്ല പക്ഷെ ഒരു മനുഷ്യനാണ് അയൽവാസി. ഈ 3 തരത്തിൽപ്പെട്ടതാവട്ടെ. ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ടതിന് കടപ്പാട് കൂടുതലുണ്ട്. കുടുംബത്തിന്റെ കടപ്പാടുണ്ട്, ആദർശത്തിന്റെ കടപ്പാടുണ്ട്, അയൽപക്കത്തിന്റെ കടപ്പാടുണ്ട്. രണ്ടാമത്തേതിന് മുസ്ലിമാണ്, അയൽവാസിയാണ്, വിശ്വാസത്തിന്റെ കടപ്പാടുണ്ട്, അയൽപക്കത്തിന്റെ കടപ്പാടുണ്ട്. മൂന്നാമത്തേത് അയൽവാസിയാണ്, അയൽപക്കത്തിന്റെ കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ പേര് എത്രയും അറിയോ? ഒന്നുമല്ല, നമ്മളെ കുടുംബമല്ല, നമ്മളെ ജാതിയല്ല, പക്ഷെ നമ്മളെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാ. ഏതോ ബംഗാളിയോ നേപ്പാളിയോ ഏതോ ആണ്, എവിടുന്നോ വന്ന് പാർക്കാണ്, നമ്മുടെ അയലോകത്താ പാർക്കണേ. ഓനോടുള്ള കടമന്റെ വലിപ്പത്രയങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയൽവാസിയോടുള്ള കടമയെക്കുറിച്ച് ജിബ്രീൽ എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അവസാനം എനിക്ക് തോന്നി എൻ്റെ സ്വത്തില് അയൽവാസിക്ക് അനന്തരാവകാശം ഉണ്ടാകുമെന്ന് ജിബ്രീൽ പറയുമോ എന്നെ അടുത്ത് വരെ എത്തി. അവിടെ വരെ സ്വത്തിൽ അവകാശം ആർക്കുള്ളു? കുടുംബ ബന്ധത്തിന് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒരു ബന്ധത്തിനും നമ്മുടെ സ്വത്തിൽ അവകാശമില്ല. ആ കുടുംബ ബന്ധത്തിന് മാത്രം അവകാശപ്പെട്ട എൻ്റെ സ്വത്തിന്റെ അവകാശത്തിൽ എൻ്റെ അയൽവാസികളും പെട്ടുപോകുമോ എന്ന് തോന്നത്തക്ക രൂപത്തിൽ അയൽവാസിയോടുള്ള കടമയെക്കുറിച്ച് ജിബ്രീൽ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അയൽവാസിയുടെ അടുക്കളയിലെ ദാരിദ്ര്യം എൻ്റെ വിശ്വാസത്തിനെ ബാധിക്കുമെന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം അല്ലേ? നിന്റെ അയൽവാസി ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്നിരിക്കുമ്പോ നീ നിന്റെ വീട്ടിൽ നിന്ന് വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ നീ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നത് അയൽവാസിയുടെ അടുക്കളയിലെ അവന്റെ ഭക്ഷണപാത്രങ്ങളിൽ എന്ത് ഭക്ഷണമുണ്ട് എന്ന് അന്വേഷിക്കൽ എന്റെ ഈമാനിന്റെ ഭാഗമാണ്. അതല്ലേ മനസ്സിലാക്കണ്ടേ? ഇന്നിപ്പോ നമ്മളെന്താ പറയാ, ഇരിക്കുന്ന അയൽവാസിന്റെ ഫ്ലാറ്റിലല്ലേ, അല്ലെങ്കിൽ അവിടെ ആരാ പാർക്കണ എനിക്കറിയില്ല, നമുക്കറിയാനല്ല ആരാ അയൽവാസി. അങ്ങനെ പറയുന്ന ഒരു മുസ്ലിമിന് പാടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ എൻ്റെ ഏറ്റവും അടുത്ത അയൽവാസിയോടല്ലേ എനിക്ക് തോനെ കടപ്പാടുള്ളത്? അതെ. ആരാ എൻ്റെ അടുത്ത അയൽവാസി?
അതെന്താ പള്ളിക്ക് മെമ്പറായ എൻ്റെ കൂടെയുള്ള അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആ സുഹൃത്തില് 2 കിലോമീറ്റർ അപ്പുറത്ത് മൂപ്പരേക്കാരൻ്റെ അയൽവാസി എന്നല്ല പറഞ്ഞേ. നിന്റെ വാതിലിന്റെ തൊട്ടടുത്ത വാതില് ആരുടെ വാതിലാണോ അതാണ് നിന്റെ അടുത്ത അയൽവാസി. അയൽക്കാരനോടുള്ള കടമയിൽ ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ കടമ അവിടെയാണ് തുടങ്ങേണ്ടത്. ഒരാൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എൻ്റെ വീട്ടിലുണ്ട്, ഒരാൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അത് ആർക്കാ കൊടുക്കുക? അപ്പുറത്ത് മൂത്താപ്പാൻ്റെ പേരുണ്ട്, ഇപ്പുറത്തിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന പേരുണ്ട്, ഇദ്ദേഹത്തൊരു ബംഗാളി വർക്കുന്ന പേരെയാ. എവിടെ കൊടുക്കണ്ടേ? ദബ്ബടെ. അയാൾ ജാതി ഏതായിക്കോട്ടെ, മതം ഏതായിക്കോട്ടെ, അയാൾ മനുഷ്യനായാൽ മതി. നിന്റെ വീടിന്റെ വാതിലിന്റെ ഏറ്റവും അടുത്ത വാതില് ആരുടെ വീടിന്റെ വാതിലാണോ ആ വീടാണ് ഏറ്റവും അടുത്ത ഒന്നാമത്തെ അയൽവാസി. അല്ലേ? നീ നിന്റെ അബൂദറിനോടാ പറഞ്ഞേ, യാ ബദർ, നീ നിന്റെ വീട്ടിൽ വെച്ച് കറി ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ കറി ഉണ്ടാക്കുക പറഞ്ഞാലേ അറബികളെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലാണ്. ഒരു സാധാ ഭക്ഷണത്തിനൊന്നും കറി ഉപയോഗിക്കൂല. അറബികളുടെ കുടുംബവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട ആൾക്കറിയാം. മറക്ക്, കറി, ഇതാം കറി എന്നൊക്കെ പറഞ്ഞാൽ അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കല്. അല്ലെങ്കിൽ ഒരു ചോറെണ്ണ പുഴുങ്ങിങ്ങാണ്ട് തിന്നല. അതിക്കൊരു കറി ഉപയോഗിക്കുന്നത് അപൂർവ. അങ്ങനെ നീ നിന്റെ വീട്ടിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരംശം വെള്ളം ചേർത്തിട്ടാണെങ്കിലും നിന്റെ അയൽക്കാരന് കൊടുത്തോളണം. കൊടുക്കണോന് വെള്ളം ചേർക്കണം എന്നല്ല, വീട്ടിലുള്ളത് കുറച്ച് വെള്ളം പാർന്ന് നീട്ടിയിട്ടേ അതിൻ്റെ ഒരു പങ്ക് നീ അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നാ പറഞ്ഞ്. നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശിഷ്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഗന്ധം കൊണ്ട് നീ അയൽവാസിയെ വേദനിപ്പിക്കരുത്. അതിൻ്റെ ഒരു അംശം നീ അവന് കൊടുക്കണം. അതെങ്ങനെ വേദനിപ്പിക്കുക? നമ്മുടെ പേരിലൊക്കെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത്രയൊന്നും സാമ്പത്തിക ശേഷി ഇല്ലാത്ത നമ്മുടെ അയൽവാസിന്റെ വീട്ടിലെ കുട്ടികളെ മൂപ്പരെ മുഖത്തേക്ക് നോക്കുമ്പോൾ അപ്പാ നല്ല ബിരിയാണിന്റെ മണലേ, കഞ്ഞെണ്ണ വെക്കാം, അരി കടം വാങ്ങിയ ആളേക്കാരം ഇടങ്ങേറാവൂലേ? അപ്പോൾ റസൂല് പറഞ്ഞേ, അങ്ങനെ നീ വേദനിപ്പിക്കരുത്. അഥവാ നീ ഉണ്ടാക്കുകയാണെങ്കിലേ അതിൻ്റെ ഒരു പങ്ക് നീ അവിടെ എത്തിച്ചു കൊടുക്കണം, ഒരു പാത്രത്തിലാക്കിയിട്ട്. അതൊരു ശീലാക്കുക, അതൊരു ചര്യയാക്കുക. അത് നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കടമയാണ് എന്ന ഓർമ്മ ഉണ്ടാവുക. നിന്റെ വീട്ടിൽ പലഹാരങ്ങൾ കൊണ്ടുവന്നാൽ, നിന്റെ കുട്ടികൾക്ക് വിശിഷ്ടമായതെങ്കിലും കൊണ്ടുവന്നാൽ അത് നിന്റെ അയൽവാസിക്കും കൊടുക്കണം. അഥവാ അയൽവാസിക്ക് കൊടുക്കാൻ തികയില്ലെങ്കിൽ അതുമായി നിന്റെ കുട്ടികൾ പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താണ് ആ വാക്കിന്റെ കനം നോക്കണങ്ങൾ? ചോക്ലേറ്റോ ഐസ്ക്രീമൊക്കെ വില കൂടിയത് വാങ്ങിക്കൊണ്ട് വരുമ്പോഴേ ആ സാധനങ്ങളുമായിട്ട് നമ്മുടെ കുട്ടിയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? കൈ കിട്ടിയ ഒരൊറ്റ പാച്ചില അപ്പുറത്തേക്ക്, എന്നിട്ട് ഓൻ കാണെ തെങ്ങുമ്പോൾ ചാരി നിങ്ങളുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ, മറ്റോ ഇറക്കി അവനെ പള്ളണെന്ന് അറിയും അല്ലേ? റസൂല് പറഞ്ഞ എന്താ അറിയോ? അതിനൊരു ഒരു വിഹിതം നിന്റെ അയൽവാസിയുടെ മക്കൾക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ ഇല്ലെങ്കിൽ നിന്റെ കുട്ടികൾ അതുമായിട്ട് പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, അവനെ വേദനിപ്പിക്കാതിരിക്കാൻ. നമ്മളൊക്കെ നാട്ടിൽ കണ്ടവാനുണ്ട്. നമ്മളൊക്കെ ഈ പത്രാസ് കാണിക്കാൻ വേണ്ടി ഡ്രസ്സിൻ്റെ കാര്യമാവട്ടെ, വസ്ത്രമാവട്ടെ, കളിക്കോപ്പാവട്ടെ, മറ്റുള്ളവരെ തോൽപ്പിക്കുമ്പോഴാണ് എൻ്റെ വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരു ദുഷ്ടകാലത്താണ് നമ്മൾ ജീവിക്കണേ. മറ്റോ അങ്ങനെ നോക്കി ഇടങ്ങേറായി നിൽക്കുമ്പോൾ ആവും വാങ്ങിയത് മുതലായി ഉണ്ട് കണ്ടവരൊക്കെ നോക്കിക്കണേ എന്താല്ലേ, അപ്പോഴാണ് നമുക്കൊരു സന്തോഷം, പൈസ കൊടുത്താൽ മുതലായല്ലോ അല്ലേ. അപരം തോൽക്കുമ്പോഴാണ് ഞാൻ ജയിക്കുക എന്ന് വിശ്വസിക്കുന്ന ആ ചിന്ത ഉണ്ടല്ലോ, ഏറ്റവും ദുഷ്ടചിന്ത. പണ്ട് ഓർമ്മ ഞങ്ങൾക്ക് മറ്റേ ഒളിമ്പിക്സിൽ ഖത്തറിൻ്റെയും ഇറ്റലിൻ്റെയും 2 ഹൈ ജമ്പ് ചാട്ടക്കാരിലെ അവസാനത്തെ ചാൻസിൽ ചാടേണ്ട ഇറ്റലിക്കാരൻ്റെ കാല് ഉളുക്കി ഓടിയപ്പോൾ അയാൾക്ക് ചാടാൻ കഴിയാതെ, പിന്നെ വെറുതെ ചാടിയാൽ മതി, ഖത്തറുകാരന് പ്രൈസാ. പക്ഷെ ഇറ്റലിക്കാരെ എത്രയോ കൊല്ലായി ഇതിനും വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. കാലുളുക്കി ദയനീയമായി വീണ് കിടക്കുന്ന ഇറ്റലിക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ ഖത്തറുകാരന് ചാടാൻ തോന്നിയില്ല. ഒഫീഷ്യലിനോട് ചോദിച്ചു, ഞാൻ അത് ചാടാതെന്നാ എന്താവുക? അപ്പം അയാൾ പറഞ്ഞു, നിങ്ങളെ 2 ആളെയും വിജയിയായി പ്രഖ്യാപിക്കും. ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഹൈ ജമ്പിൽ ലോക ജേതാവാകാൻ അവസരം കിട്ടിയ ഖത്തറുകാരൻ തൻ്റെ അവസരം 2ആയിട്ട് വിഭജിച്ചു. ഇറ്റലിക്കാരനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചാടുന്നില്ല, നമുക്ക് 2ആക്കും ഫസ്റ്റാകാം. അതാണ് ജയം. മറ്റുള്ളവൻ നമ്മുടെ ഒരു നന്മ കൊണ്ട് മറ്റുള്ളവൻ കൂടി സന്തോഷിക്കട്ടെ, അവിടെയാണ് നമ്മുടെ സന്തോഷം. അല്ലാതെ നമ്മൾ ജയിച്ചിട്ട് മറ്റൊരു ഇടങ്ങേറാകുമ്പോൾ അവൻ്റെ ഇടങ്ങേറായ മുഖത്തേക്ക് നോക്കി നമുക്ക് സന്തോഷം തോന്നുകയാണെങ്കിൽ അതിന് സന്തോഷം എന്നല്ല പറയാ, അതൊരു ക്രൂരതയാണ്. മറ്റുള്ളവനെ വേദനിപ്പിച്ച് അതിൽ സന്തോഷിക്കുന്ന ആ മാനസിക രോഗത്തിന് എന്താ പേര് പറയാ? അത് രോഗമല്ലേ?
അങ്ങനെ രോഗമുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് സന്തോഷിക്കില്ലേ? ഭാര്യമാരെയൊക്കെ ചില ഭർത്താക്കന്മാർ സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് ഓല ദേഹത്ത് വെച്ചിട്ട് ഓലിങ്ങനെ പെടയുമ്പം ഇയാൾ ഭയങ്കര സന്തോഷം. അതൊരു മാനസിക രോഗമാണ്. ആ മാനസിക രോഗത്തിൻ്റെ ഭാഗം അത്. അപരനെ വേദനിപ്പിച്ച് അതിൽ സന്തോഷം ഉണ്ടാവും. നമ്മളെ കുട്ടീൻ്റെ കുപ്പായ ഉഷാറട്ടോ, ഓൻ്റെ ഫുട്ബോള്, ഓൻ്റെ സൈക്കിള്, ഓൻ്റെ ബൈക്ക് കണ്ടോ, മറ്റോല് കണ്ടിട്ട്. നമ്മുടെ അയൽവാസിയെ നമ്മൾ വേദനിപ്പിക്കരുത് കേട്ടോ. ആ രൂപത്തിൽ റസൂൽ പറയണേ, നീ നിന്റെ മതിലുകൾ ഉയർത്തിക്കെട്ടി അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരം തടയരുത്. നമ്മളൊക്കെ ചില പെര കണ്ടാൽ പാവം തോന്നും. നമ്മളും കണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് കണ്ട് കെട്ടിയിട്ടേ അതിൻ്റെ മൂലൊക്കെ കാണാൻ അങ്ങനെ ചെറിയ കോഴിക്കോടുമാർക്ക് ഒരു പേര, കാറ്റും ഉണ്ടാവില്ല, വെളിച്ചം ഉണ്ടാവില്ല. നമ്മളെ അടുക്കളയിലെ വേസ്റ്റിൻ്റെ സകല ആ ഇതും പോണത് ഓൻ്റെ സൈഡിൽ കൂടിയാണ്. അതിൻ്റെ വൃത്തിയട്ട മണം പോയി ഓൻ്റെ പെരുക. ആ സാധു അതിൻ്റെ ഉള്ളിൽ ഉരുകി ജീവിക്കുക. നമ്മളിങ്ങനെ കൊട്ടാരം പോലെ ജീവിക്കുക. നമ്മൾ ഓനൊക്കെ പടച്ചോൻ്റെ സൃഷ്ടികളാണ്. വലക്കത് കറംനാലി ബനി ആദം, ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചു എന്നാ. ആ അള്ളാഹ് ആദരിച്ചോന്നാ നമ്മളെ മതിലിന്റെ ചോട്ടിൽ പൊന്താൻ കഴിയാതെ കിടക്കണേ അല്ലേ? റസൂൽ പറഞ്ഞേ, നിന്റെ മതിൽ കെട്ടി ഉയർത്തി അവൻ്റെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരം നീ തടസ്സപ്പെടും. വായു സഞ്ചാരം പോയിട്ട് നമ്മൾ കാറും കൂടി ഓട്ടോറിക്ഷക്ക് വൈകിട്ട് കൊടുക്കാത്ത ആൾക്കാർ 3-4 ഏക്കർ സ്ഥലമുണ്ട്, ബാക്കിലൊരു സാധു മനുഷ്യൻ പാർക്കുണ്ട്, ഓനോൻ്റെ അമ്മാനങ്ങനെ താങ്ങി പിടിച്ചു കണ്ട് ജീപ്പിൽ കൊണ്ടുവരിക. എടാ അങ്ങോട്ട് കയറ്റിക്കൂടെ? വണ്ടി കയറൂല, 4 അടി റോഡുള്ളത്. ആയിക്കോടത് കയറുമോ? ഒരു 2 അടി കൊടുത്താൽ ഓനൊരു കുഴപ്പം വരൂല, പക്ഷെ കൊടുക്കൂല. ഇതൊക്കെ പാടം എങ്ങോട്ടാ കൊണ്ടുപോകുക? അവസാനം 6 അടി വലിപ്പത്തിൽ വീതിയില്ലാത്ത കബർക്ക് കൈയോണ്ട് വെക്കാൻ വീതി ഉണ്ടാവില്ല, തോർത്ത് കൊണ്ടുമ്പോൾ കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കല, അങ്ങനെ ഇടല്ല. അതിനും വേണ്ടിയാണ് ഇതൊക്കെ പാടം ഉണ്ടാക്കിയത് നല്ല പങ്കാലത്ത് അല്ലേ? അപ്പോൾ അയൽവാസിയോടുള്ള കടമ അല്ലേ ഒരുപാടുണ്ട്. ആ അയൽവാസി കുടുംബത്തിൽപ്പെട്ട മുസ്ലിമായ അയൽവാസി, കുടുംബക്കാരനായ അയൽവാസി, ഒരു സാധാരണ അയൽവാസി. ആ സാധാരണ അയൽവാസിയോടുള്ള കടമയെ ഞാനീ പറഞ്ഞേ. ജാതിയും മതവും നോക്കാതെ അവൻ മനുഷ്യനാണോ? നിന്റെ കയ്യിൽ നിന്നും നിന്റെ നാവിൽ നിന്നും നിന്റെ അയൽവാസി എപ്പോഴാണോ നിർഭയനാകുന്നത് അന്നേ നിന്റെ വിശ്വാസം പൂർണ്ണാവും. ഏതൊരു വലിയ കൊടും കുറ്റവാളിയെ പിടിച്ചപ്പോ പോലീസുകാരോട് അയൽക്കാർ പറഞ്ഞത്രേ, ഞങ്ങൾക്ക് പേടിയാണ് മൂപ്പരെ, പേടിയാണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും കൊണ്ടൂല, സാക്ഷി പറയാൻ പോലും ആളില്ല. എന്താ നിങ്ങൾ അല്ലേ? നിന്റെ കയ്യിൽ നിന്നും നിന്റെ നാവിൽ നിന്നും നിന്റെ അയൽക്കാരൻ നിർഭയനായിരിക്കണം. മൂപ്പരങ്ങനെ പറയില്ല. മൂപ്പരങ്ങനെ എന്നെ പറ്റി ഇങ്ങനെ എൻ്റെ അയൽവാസി ആ അപ്പത്തിങ്ങനെ മേമാക്ക എന്നെ പറ്റി ഇങ്ങനെ എന്തോ പറഞ്ഞത് അങ്ങാടിയിൽ, മൂപ്പര് പറയില്ല. പറയില്ല എന്നെൻ്റെ അയൽവാസിക്ക് നിർബന്ധം. മൂപ്പര് പറയില്ല, നിങ്ങൾക്ക് തോന്നിയതേ കാരം. മൂപ്പര് ചെയ്യൂല, നിങ്ങൾക്ക് തോന്നിയതേ കാരം. അങ്ങനെ നിർഭയനാവുമ്പോഴാണ് നമ്മുടെ ഈമാൻ മുഴുവനാവുക. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, റസൂലേ, ഒരു സ്ത്രീ ഉണ്ട്, രാത്രി മുഴുവനും നിസ്കാര, പകല് മിക്കവാറും നോമ്പ, എല്ലാ അമലും ചെയ്യും, പക്ഷെ നാവ് ഭയങ്കര പ്രശ്ന, അയലോക്കക്കാരെ ഒറ്റതിനെ വെറുതെ വിടൂല. റസൂൽ പറഞ്ഞു, വഹിയ ഫിന്നാർ, ഓട് നരകത്തിലാണ്. വേറെ ഒന്നും ചോദിച്ചില്ല, ഒരു FIR തയ്യാറാക്കിയില്ല, ഒറ്റടിക്കാ പറഞ്ഞേ, വഹിയ ഫിന്നാർ, ഓള് നരകത്തിലാണ്. എന്താണെന്നറിയോ? അയൽവാസികളെ ഉപദ്രവിച്ചിട്ട് സ്വർഗ്ഗത്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്ര തീർത്ത് പറഞ്ഞേ. അതാ സ്ത്രീക്ക് മാത്രമല്ല, നമുക്കൊക്കെ ബാധക അല്ലേ? അപ്പം നമ്മുടെ അയൽവാസി ആരാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. അവൻ്റെ അടുക്കളയിലെ പാത്രത്തിലുള്ള ഭക്ഷണം എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ്റെ മക്കൾ, നമ്മുടെ മക്കൾ, ആ ബന്ധങ്ങളൊക്കെ നമ്മൾ തീർത്ത് പോകണം. പാലിക്കാനുള്ള മര്യാദകൾ പാലിക്കണം. അവൻ്റെ നന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവൻ്റെ തിന്മകളെ നമ്മൾ പ്രതിരോധിക്കണം, തിരുത്താൻ ശ്രമിക്കണം. തിരുത്താൻ ശ്രമിച്ചിട്ട് ഒത്തിപ്പോൾ അങ്ങാടി ചിലപ്പോൾ അയലോക്കത്ത് കഞ്ചാവ് കച്ചവടക്കാരനാ, എന്ത് ബന്ധം ഉണ്ടായാലും ചിലപ്പോൾ ആ പെരീക്ക് ബന്ധപ്പെട്ട എല്ലാവരും കേടുവരും എന്നൊക്കെ പേടില്ലുണ്ടാവും. എന്നാലും മാനുഷികമായ ബന്ധങ്ങൾ, അസുഖമുണ്ടോ സന്ദർശിക്കണം. മരണ വീടാണോ? പണ്ടൊക്കെ മരണ വീട്ടിലൊക്കെ അയലോക്കക്കാർ, ഇപ്പോൾ ചില വീട്ടിൽ ചെന്നാൽ നമുക്ക് പാവം തോന്നും. ചില വീട്ടിലൊക്കെ വൈകുന്നേരമൊക്കെ മരിച്ചാലേ രാവിലെ മയ്യത്തോട് കൊള്ളു പറഞ്ഞാലേ ഒരു രാത്രി 10-ന് ശേഷം പെണ്ണുങ്ങളും കുട്ടികളും ആ മരിച്ച മനുഷ്യനെ, ഒരു ബാപ്പയെ മരിച്ച് ഒരു മനസ്സല്ല. നേതാക്കന്മാരൊക്കെ മരിച്ചാൽ തിരക്കല്ലേ, വണ്ടിയൊക്കെ ബ്ലോക്കാവും, മുറ്റത്തൊക്കെ കസാര കെട്ട് പന്തല കെട്ട് ആൾക്കാർ വണ്ടി വരും. ഇങ്ങനത്തെ സാധുക്കൾ മരിച്ചാൽ അയലൊക്കെ ഒന്ന് കണ്ടുപോകും. പിന്നെ എപ്പോഴാണ് മയ്യത്ത് എടുക്കണേ? 11-നിക്കല്ലേ, 5:45 വരാറേ, 10:45 വരെ. ഈ ഒരു മരിച്ച വീട്ടിൽ ഒരു ബാപ്പ മരിച്ചിട്ട് അമ്മയും മക്കളും ആ വീട്ടിൽ ഒറ്റക്കാവുക പറഞ്ഞാൽ ആ രാത്രി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അയലോക്കക്കാരൊക്കെ ഉണ്ട്, കിടന്നുറങ്ങുക സുഖമായിട്ട്. ഞങ്ങൾ പോയെന്നല്ലോ, ഞങ്ങൾ പോയെന്ന് അല്ലേ? അപ്പോൾ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക, ചേർത്ത് നിർത്തുക. റമളാൻ മാസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്.
ഏത് നന്മയും തീരുമാനിക്കാൻ അവസരം കിട്ടുന്ന മാസം അത്. കാരണം നമ്മളെ തെറ്റിക്കുന്ന പിശാചുക്കളൊക്കെ പടച്ചോൻ കെട്ടിട്ടിരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞേ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇവിടെ ഇപ്പോൾ ഈ ലൂറുസ്കാരം എന്നും ഉണ്ടാവില്ല, എല്ലാ ദിവസവും ലൂറുസ്കാരം ഉണ്ട്. ഈ റമദാൻ കഴിഞ്ഞിട്ടൊരു ദിവസം ഇങ്ങനെ ഒരു ചൊവ്വാഴ്ച ഉച്ചക്ക് ലൂറിന് ശേഷം ക്ലാസ് ഉണ്ട് പറഞ്ഞാൽ ആരുണ്ടാ കാര്യങ്ങൾ ഇവരെ 3-4 ആളുണ്ട്, നമ്മളൊന്നും ഉണ്ടാവില്ല. ഭൂമിയിലുണ്ടാവും, ക്ലാസ്സിന് വരില്ല. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ പള്ളിയിൽ സുബൈക്ക് പള്ളിയിൽ ആളെ കൊള്ളാതെ ജുമായ്ക്ക് വരുന്ന പോലെ ആൾക്കാർ. ഞാൻ ചോദിച്ചു പുറത്തുനിന്ന് അവരും ബന്ധുക്കണോ? ആരും പുറത്തുനിന്നില്ല, ഒക്കെ പെടല്ലേ തന്നെ. ഓരൊക്കെ ഇതുവരെ എവിടെയാണ്? ആ റമദാനിൽ വന്നാണ് അല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് റമദാനിൽ വരാൻ കഴിഞ്ഞ്? അല്ലാത്ത ദിവസം ചോദിക്കുക എന്നുള്ള സുബൈക്കാലത്ത് അത് നടക്കൂല പോലെ. ഈ 10 മിനിറ്റ് നടക്കണം, അവിടെ നിന്നൊക്കെ 10 മിനിറ്റ് നടന്നുകാണ്ട് നിസ്കരിക്കാൻ പറ്റും, നടക്കൂല. പക്ഷെ റമദാനിൽ എന്താ 10 മിനിറ്റ് ചുരുങ്ങിയോ? ഇല്ലല്ലോ, ഇല്ല. എന്താ അറിയോ? മനസ്സ് വിശാലത. ആ പിശാചിനെ പഠിച്ചോ കെട്ടിട്ട് നമ്മളോടെ 10 മിനിറ്റ് 10 മിനിറ്റ് പള്ളിക്കൊക്കെ നടക്കാൻ മടിയുള്ളവരാണ്. പിന്നെ കാണാൻ 1.5 മണിക്കൂർ പട്ടാളക്കാർ കൂടാർക്ക് പോണ്. ബ്ലോക്ക്, ഷുഗർ, പ്രഷർ എന്നൊക്കെ പറയാണ്ടില്ലേ. ഇബിലീസിൻ്റെ പണിയാണ്. ഇപ്പം ഇബിലീസില്ല. അപ്പം നമുക്ക് നല്ല സുഖം. നമ്മൾ തീരുമാനിക്കുക നമ്മളെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് റമദാൻ തന്നെ ചെയ്താൽ അതിന് വേറെ കൂലിയുണ്ട്. ഇപ്പോൾ വലിയ പണിയൊന്നുമില്ലേ, ഒരു ഫോൺ എടുത്താൽ പോലെ വിളിക്കുക, ഉത്താപ്പാ എന്തേ ഞാനിങ്ങനെ കോട്ടക്കുന്ന അദ്രഹ്മാനാണ്. ഏത് അദ്രഹ്മാ? നിങ്ങളാ 5ൻ്റെ മകൻ. എൻ്റെ മനക്കിപ്പോൾ ഉണ്ടായത് പെരും ചീത്ത അപ്പുറത്തുനിന്ന് ഒക്കെ കേൾക്കുക. എന്നിട്ടേ പറയാം മുത്താപ്പ അസ്സലാമു അലൈക്കും, റമദാൻ മാസമല്ലേ, നമുക്ക് പടച്ചോൻ്റെ ഇതൊക്കെ പോകണ്ടേ. ഞാൻ നിങ്ങളുടെ പ്രസംഗം കേട്ട് നമ്മുടെ അമലുകളൊക്കെ റോഡിൻ്റെ അകത്ത് കിടക്കുക, അത് ഉള്ളിലേക്ക് എടുത്തേക്കണ്ടേ, എന്നെ നമുക്ക് നന്നാവണ്ടേ. കുറേ ചീത്ത അറിയും കേട്ടോണ്ട്. എന്തായാലും ഫോണിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വന്ന് തലയിൽ കയറുന്നില്ലല്ലോ, കേൾക്കണ്ടേ. അങ്ങനെ ഫോൺ വലിയ തെറിയാണെങ്കിൽ ഒന്ന് വിട്ടുപിടിച്ചണ്ടേ. എന്നിട്ട് അങ്ങനെ കേട്ടിട്ട് അവസാനം അസ്സലാമു അലൈക്കും ആണ് പറയുന്നത്. അപ്പം എവിടെയെങ്കിലും സോഫ്റ്റ് അങ്ങനെയാണെങ്കിൽ അനക്കൊന്നും ഇങ്ങോട്ട് വന്നൂടെ? ആയിക്കോട്ടെ മുത്താപ്പ ഞാൻ വരാം, നന്ന് നോമ്പറക്ക ഞാൻ വരട്ടോ. ചിലപ്പോൾ വലിയൊരു തെറ്റിൻ്റെ ഒരു അഗ്നിപർവ്വതമായി കാരണം അവിടെ നിന്നിട്ട് ഫ്യൂസായി പോണേ, ഒരു മഞ്ഞുമല ഉരുകിയാണ് പോകും അല്ലേ, എവിടെയെങ്കിലും ഗ്യാപ്പിൽ. അപ്പോൾ നന്നായി ശ്രമിക്കുക, ഇഖ്ലാസോടു കൂടി ശ്രമിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, നമ്മുടെ ഭാഗം ക്ലിയറാക്കുക. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു താല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അറിവുകേട് കൊണ്ടോ വിവേകക്കുറവ് കൊണ്ടോ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ അമലുകളിൽ ഉണ്ടാവുന്ന എല്ലാ അബദ്ധങ്ങളും കാരുണ്യവാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുന്ന അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. സമൂഹത്തിനെ ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചിരുന്ന ഒരുപാട് ആളുകൾ സാമ്പത്തിക തകർച്ചയിൽ അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അവരുടെ സമ്പത്തിലും അവരുടെ വ്യാപാരങ്ങളിലുമൊക്കെ അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാവട്ടെ. വലിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തകർന്നു പോകുന്ന കടബാധ്യതകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരുടെ ബർസഖി ജീവിതം അല്ലാഹു സമാധാനപരമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ആ മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ്. ആശയങ്ങളും ആദർശങ്ങളും വഴികളും ഒക്കെ ഏറെ അപകടം നിറഞ്ഞതാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാവുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലെ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ജന്നത്തിൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.